ഇന്റർനെറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഫ്രോഡ് നടന്നിരിക്കുന്നതിൽ 75% ആൾക്കാർ കാശ് നഷ്ടപ്പെട്ടിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടാണ്. ബാക്കി 25% ഈ ഡിജിറ്റൽ അറസ്റ്റ് അല്ലാത്ത ഹാക്കിംഗ് ഒക്കെ വന്നിട്ട് പോയിട്ടുള്ളത്. ബാക്കി 75% വന്നിട്ടുള്ളത് ഗ്ലോബൽ ഇവന്റ് സിറ്റുവേഷൻസ് ലൈക്ക് വാർ അതുപോലുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ വൈ ഡോണ്ട് ദേ ഗോ ഫോർ എ ലോങ് സ്ട്രാഡിൽ ഫോർ ദ നെക്സ്റ്റ് ഡേ? CPR വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ട്രെൻഡിങ് ഡേ. അത് എത്രത്തോളം CPR വിഡ്ത്ത് കുറയുന്നോ അത്രത്തോളം അത് ട്രെൻഡിങ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ഏത് വശത്തേക്കായിരിക്കും ട്രെൻഡിങ് എന്നുള്ളത് OI വിൽ ടെൽ. എക്സാക്ട് ടൈം, അതായത് നാളത്തെ അനാലിസിസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിപരമായിട്ട് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി മൂവ്മെന്റ് എല്ലാം മാച്ച് ചെയ്യാൻ പാകത്തിനുള്ള ടൈമിംഗ് ഏതായിരിക്കും? ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ I lost almost 5 CR directly. എല്ലാവർക്കും നമസ്കാരം. ധൻ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നാളെ ഒരു ട്രേഡിലേക്ക് നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നാളെ എന്ത് ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് പോകണം, അല്ലെങ്കിൽ നാളെ എങ്ങനെ ഒരു ട്രേഡർ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ട്രേഡിംഗ് ഡേയിലും അതിനോടൊപ്പം തന്നെ അടുത്ത നാളത്തേക്കുള്ള ട്രേഡിലേക്ക് എങ്ങനെ പ്രിപ്പയർ ആകണം എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ടോപ്പിക്ക്. ദാറ്റ് ഈസ് വെരി വാലിഡ് ടോപ്പിക് ബിക്കോസ് ഒരുപാട് പേർക്ക് എല്ലാ ദിവസവും നിരന്തരം ഒരു 2-3 കോൾസ് വരാറുണ്ട്. സർ നാളെ നിഫ്റ്റി എന്തായിരിക്കും, നാളെ എങ്ങനെ ചെയ്യും, നാളെ എന്ത് ചെയ്യണം, ഇത്തരം കോൾസൊക്കെ ഒത്തിരി വരാറുണ്ട്. അതിന് എല്ലാവരും അവർ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആകണം. മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് ആസ് എ വെറ്ററൻ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ പ്ലസ് സാറിൻ്റെ ഒരു ഗൈഡ് ലൈൻസും നമ്മുടെ മെമ്പേഴ്സിന് ആവശ്യമാണ്. അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു കോർ അജണ്ട എന്ന് പറയുന്നത്. നോ പ്രോബ്ലം. ഓൾ റൈറ്റ്. ഇതിൽ ഞാനിപ്പോൾ എൻ്റെ ക്ലയൻസിനായിട്ടാണെങ്കിലും എനിക്ക് പരിചയമുള്ള മാർക്കറ്റിലേക്ക് കടന്നു വരുന്നവരോടത്തും പറയുന്ന ഒരു കാര്യം, ഒരിക്കലും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങരുത്. അതായത് വേറൊരാളുടെ കോൾസ് അല്ലെങ്കിൽ വേറൊരാളുടെ സപ്പോർട്ടോട് കൂടി ട്രേഡ് ചെയ്ത് തുടങ്ങരുത്. ഒരിക്കൽ അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാണ്ടാവുമ്പോൾ യു വിൽ ബി ഫ്രസ്ട്രേറ്റഡ് ആൻഡ് യു വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ഏത് ഇതിലേക്കും പോവും. അങ്ങനത്തെ ഒരു കോൾ കിട്ടാൻ അങ്ങനെയാണ് ഈ പോയിട്ട് ഈ കോൾ പ്രൊവൈഡേഴ്സിന്റെ അടുത്തും ടിപ്പ് പ്രൊവൈഡേഴ്സിന്റെ അടുത്തും പോയി പെട്ട് അവർക്കും കാശ് കൊടുത്ത് കയ്യിലുള്ള കാശും കളഞ്ഞ്. എനിക്കറിയാവുന്ന തന്നെ ഒരു വ്യക്തി ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് ഇതുപോലെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടിപ്പ് പ്രൊവൈഡറുടെ അടുത്ത് നിന്ന് അവര് ടിപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. അവർക്ക് കാശ് കൊടുത്തു, അവര് ടിപ്പ് കൊടുത്തു, പൊസിഷൻ എടുത്തിട്ട് അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വന്ന പൊസിഷനാണ്. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്ഷനാണ്, കട്ട് ഡൗൺ പൊസിഷൻ സൈസ്, അല്ലെന്നുണ്ടെങ്കിൽ പൊസിഷൻ ക്ലോസ് ചെയ്യുക. പക്ഷെ അവരുടെ പാർട്ടി പറയുന്നത് വെച്ചാൽ അപ്പോൾ അവരായിട്ടുള്ള ടേംസ് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രോഫിറ്റ് കിട്ടുന്നോ അതിൻ്റെ 40% ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അതിന് വേണ്ടി ഇത് വെച്ച് പിന്നെയും ഈ അത്യാവശ്യം പ്രോഫിറ്റ് 25,000 മേളിൽ പ്രോഫിറ്റ് വന്നത് അത് 10,000 അടുത്ത് പ്രോഫിറ്റിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ വീണ്ടും ആഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അവരെയും സംബന്ധിച്ചോളം ഇവിടെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടിയാലാണ് അവർക്ക് കിട്ടുള്ളൂ. അവസാനം അത് ഒരു 2,00,000 ലോസിൽ അവസാനിപ്പിച്ചു. അത് ആണ് സിറ്റുവേഷൻ. കാര്യം ഇത് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവരെ സംബന്ധിച്ചോളം കിട്ടുന്നത് എന്തും അവർക്ക് ലാഭമാണ്. പക്ഷെ നഷ്ടപ്പെടുന്നത് ചെയ്യുന്നവർക്കാണ്. അത് മനസ്സിലാവാതാണ് ഈ ചെയ്യുന്നത്. അപ്പൊ അവര് 10 പേരുടെ അടുത്ത് അതിലൊരു എളുപ്പമുള്ള വഴിയുണ്ട്. ഒരാളുടെ അടുത്ത് കോളും ഒരാളുടെ അടുത്ത് പുട്ട് കൊടുക്കാൻ പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കാശ് കിട്ടും. ഒരു ടിപ്പ് പ്രൊവൈഡറിനെ സംബന്ധിച്ചോളം അവരുടെ അടുത്ത് 10 ക്ലയൻസ് ഉണ്ടെന്നെങ്കിൽ 5 പേർക്ക് കോളും 5 പേർക്ക് പുട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് കിട്ടും. മനസ്സിലായ? അപ്പൊ അന്ന് വിജയിക്കുന്ന ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വേറെ 5 പേരെ കിട്ടും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ആയിട്ട് സെൽഫ് സ്റ്റാൻഡിങ് ആവാന്നുള്ളതാണ്. ഇതിനൊരു ഓപ്ഷനേ ഉള്ളൂ, സെൽഫ് സ്റ്റാൻഡിങ് ആവുക. നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കി നമ്മൾ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടുപോകാം. ഒരു ഹിമാലയൻ ടാസ്ക് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അതിപ്പോ ഏത് ജോലിക്ക് അതാണ്
ഏത് ജോലി ഇതൊരു പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയാം. അല്ലാണ്ട് ഇതൊരു എന്താ പറയാ എന്തെങ്കിലും കിട്ടിയാൽ ഓക്കെ ഇല്ലെങ്കിൽ വേണ്ട, അതൊരു വേറെ കൺസെപ്റ്റാണ്. എന്നെ സംബന്ധിച്ചോളം ഇതെന്റെ പ്രൊഫഷനാണ്, ശരിക്കും ബട്ടറാണ്. സത്യമാണ് സാർ. അതായത് ഒരുപാട് പേര് ഇതിനൊരു ലോട്ടറി ആയിട്ടും അല്ലെങ്കിൽ ഒരു തമാശയായിട്ടൊക്കെ കാണുന്നവരുണ്ട്. ഐ മീൻ തമാശ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ഫൺ ഫാക്ടിന് വേണ്ടിയിട്ടുള്ള തമാശയല്ല, നമ്മുടെ ഉള്ളിലുള്ളൊരു ക്യൂരിയോസിറ്റി. മേ ബി ദാറ്റ് വിൽ ബി ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ക്യൂരിയോസിറ്റി കൊണ്ടും പിന്നെ ഈ ഒരു എന്താ പറയുക, കിട്ടുന്നതിൽ കിട്ടട്ടെ പോകുന്നതിൽ പോട്ടെ, കിട്ടുകയാണെങ്കിൽ ഇത്ര കിട്ടുമല്ലോ, പിന്നെ അതിനപ്പുറം ഒന്നും അവർ ചിന്തിക്കുന്നില്ല. എന്നിട്ട് അവർ തന്നെ ഒരു അംബാസിഡേഴ്സ് ആയിട്ട് മാറുകയാണ്. മാർക്കറ്റ് മോശമാണ്. ഇപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ടൈം അവർ എന്താ സംഭവിക്കുന്നത്, ദേ വിൽ എൻഡ് അപ്പ് ഇൻ ലോസ്. സോ ദേ വിൽ become the next ambassadors for saying that market is very poor എന്നല്ല, മാർക്കറ്റ് അതൊരു എന്താ പറയാ, അതൊരു ഫേക്ക് ആണ് അല്ലെങ്കിൽ ഫ്രോഡാണ്, തട്ടിപ്പാണ്. അതല്ല, മാർക്കറ്റ് ഇസ് എ റെഗുലേറ്റഡ് എൻറ്റിറ്റിയാണ്. ഒരു 2-3 ആഴ്ച മുമ്പ് എന്നെ ഒരു ലേഡി വിളിച്ചു, ഒരു ഗുജറാത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അവർ പറഞ്ഞു അവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അവർ 100% സക്സസ്ഫുൾ കോൾസ് മാത്രം തരാണ്. ഞാൻ ഒറ്റ മറുപടി വന്നുണ്ട്, 24 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് ഇപ്പോഴും ഒരു ട്രേഡ് കണ്ടുപിടിക്കാൻ ഞാൻ കിടന്ന് പെടാപ്പാട് പെടുക. അപ്പോഴാണ് ഈ പറയുന്നത് 4 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷന് ടിപ്പ് അല്ലെങ്കിൽ കോൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് പോയി. കാര്യം കുറെ കാശ് ഇതിൽ പോയി ഇറങ്ങി കുറെ ആരുടെയൊക്കെ കേട്ട് കുറെ കാശ് കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആ കാശ് റിവൈവ് ചെയ്തെടുക്കാനുള്ള എളുപ്പമാർഗം വേറൊരു ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. എന്ത് കിട്ടിയാലും ലാഭം, എനിക്ക് നഷ്ടമൊന്നുമില്ല. ഇപ്പം എനിക്ക് ഒരാൾക്ക് ഒരു 10 പേർക്ക് ഒരു കോൾ കൊടുത്തിട്ട്, അത് ഞാൻ പറഞ്ഞ മാതിരി 10 പേരിൽ ഒരു 5 പേർക്ക് കോൾ എടുക്കാൻ പറയാം, 5 പേരുടെ അടുത്ത് പൊട്ട് കൊടുക്കാൻ പറയാം. ഒരാൾ എന്തായാലും വിജയിക്കില്ല, അതിൽ ആർക്കും പെട്ട സംശയമൊന്നുമില്ല. അതെ, ഇത് കോമൺ ഫിനോമിനൻ ആണ് സാർ. ഒരു ഡിമാറ്റ് അക്കൗണ്ട് എവിടെ എടുത്തു പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ യു റിസീവ് എ കോൾ. അതൊരു കസ്റ്റമാണ്. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ എനിക്കും ഇത്ര കാലമായിട്ട് നോക്കുകയാണെങ്കിൽ വീക്കിലി ഒരു കോൾ മിനിമം നമുക്കും വരാറുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഞാൻ ട്രേഡിങ്ങോ അതെന്തോ ഞാൻ ചെയ്യാറില്ലല്ലോ, ഒരൊറ്റ ഡയലോഗ്. അതിനോടുകൂടി പിന്നെ അവർ ആർഗ്യുമെൻറ്റ്സിനൊന്നും വരത്തില്ല. പകരം നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇത് അറിയാണ്ട് അവർക്ക് കിട്ടിയ ഡേറ്റാ ബേസിൽ വന്ന പിഴകാണെന്ന് അവരങ്ങ് ഗസ് ചെയ്തോളും. പിന്നെ നമുക്ക് ശല്യം ഉണ്ടാവും. അതാണ് പ്രശ്നം. ഇതിൽ ഈ ഒരു ഇതിന് ഗവൺമെന്റ് തന്നെ ആക്ഷൻ എടുക്കേണ്ട സംഭവങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യണം. കാരണം വെച്ചാൽ അത് ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഡിജിറ്റൽ ഫ്രോഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡ്, ഐ മീൻ ഇന്റർനെറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഫ്രോഡ് നടന്നിരിക്കുന്നതിൽ 75% ആൾക്കാർ കാശ് നഷ്ടപ്പെട്ടിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടാണ്. ബാക്കി 25% ഡിജിറ്റൽ അറസ്റ്റ് അല്ലാത്ത ഹാക്കിംഗ് ഒക്കെ വന്നിട്ട് പോയിട്ടുള്ളത്. ബാക്കി 75% വന്നിട്ടുള്ളത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. ട്രേഡിംഗ് ആയിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഓതന്റിസിറ്റി ഉണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറയുമ്പോൾ അതിൽ കൂടുതലും വന്നിട്ടുള്ളത് ഈ ഫേക്ക് ആയിട്ടുള്ള, ഇപ്പം ഏത് ബ്രോക്കറിന്റെ വെബ്സൈറ്റിന് ഡ്യൂപ്പ് ചെയ്ത വെബ്സൈറ്റ്സ് കിട്ടും. ഒരാൾ കാണുമ്പോൾ ഏതാണ്ട് അത് തന്നെയാണ് കാണുന്നത്. ആപ്പുകൾ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കാശ് എങ്ങോട്ടാ പോകുന്നതിന് ഒരു കൺട്രോളും ഇല്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇതിനൊരു കൺട്രോൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഇതിന് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോറക്സ് ട്രേഡിംഗ് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ബാൻഡാണ് ഇന്ത്യയിൽ. പക്ഷെ ഇപ്പോഴും ഫേസ്ബുക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഫുൾ അഡ്വർടൈസ്മെന്റ്. RBI സർക്കുലർ ഇറക്കിയിട്ടുണ്ട് 2002. ആ RBIയുടെ സർക്കുലർ ഇറക്കാനായിട്ട് ഒരു 10-15 ഇമെയിൽസ് അയക്കുകയും ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നടത്തുകയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹിയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇമ്പാക്ട് ഫോറക്സ് ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഐ മീൻ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ഫോറക്സ് ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെമ റെഗുലേഷൻ പ്രകാരം ക്രിമിനൽ ഒഫൻസ് ആണ്. PMLA ആക്ട് പ്രകാരം കേസ് എടുക്കാം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഈ ആൾക്കാർ ചെയ്യുന്നത് നമുക്കാർക്കും അറിഞ്ഞൂടാ. എന്നിട്ടും അത് ആഡ് രീതിയിലാണ് വരുന്നത്. ഇപ്പോഴും നോർമൽ ഒരു ഷെയർ പോലും അല്ല. സോ അത് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം നമുക്ക് ഇവിടെ ഫോറക്സിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്നില്ലെങ്കിൽ BSE NSE കറൻസി ചെയ്യാം, നമ്മുടെ ഇത് ചെയ്യാം. പക്ഷേ INR പെയർ ആയിരിക്കണം. INR USD, INR യൂറോ, INR ജാപ്പനീസ് yen, INR പൗണ്ട്, ഇതേ പറ്റുള്ളൂ. പക്ഷെ ഇതൊന്നും ആർക്കും താല്പര്യമില്ല. അത് മാത്രമല്ല ലിവറേജ് ഇല്ല മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പെയർ നമ്മൾ ചെയ്യുന്ന ഉണ്ടല്ലോ, ഇപ്പൊ ഇന്ത്യൻ എക്സ്ചേഞ്ചസിൽ NSE BSE കറൻസി എക്സ്ചേഞ്ചിൽ ചെയ്യുന്നത് പോലും
നാളെ അതിന്റെ വോളിയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ നോട്ടീസ്. എന്തിന് ചെയ്തു എന്ന് നമുക്ക് നമ്മൾ ബോധ്യപ്പെടുത്തണം. അതിൽ വെറുതെ പോയി ചെയ്യാൻ പറ്റില്ല. വി ഷുഡ് ബി ആൻ ഇമ്പോർട്ടർ എക്സ്പോർട്ടർ, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പുറത്ത് പഠിക്കുന്നുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ചികിത്സയുടെ ആവശ്യത്തിന് പുറത്ത് ആരെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മളൊരു റീസൺ എന്തിനു വേണം, അല്ലാണ്ട് വെറുതെ പോയിട്ട് ഫോറക്സിൽ ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത് 100% ഇല്ലീഗലാണ്. പക്ഷെ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഫോറക്സിന്റെ ആഡ്സ് വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫോറക്സ് പ്ലാറ്റ്ഫോംസിൽ. RBI ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ആർക്കും ബോധേഡും അല്ല, പലർക്കും അറിയില്ല സർ. അതായത് ഇപ്പോൾ സാറിൻ്റെ ഏജിലുള്ള ഒരു വ്യക്തി എടുത്തോളൂ, ഒരു റിട്ടയർഡ് പേഴ്സൺ, ഈ മൈറ്റ് ബി ഫ്രം ഡിഫറെൻറ്റ് ഡൊമൈൻ, സേ ഒരു ഗവൺമെൻറ് ഓഫ് ജോബിൽ നിന്നോ മറ്റു റിട്ടയർഡിൽ വന്നിരിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ഇനി അടുത്ത റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം ഒരു വീട്ടിൽ ബോറിങ്ങിലെ ഒരു ലൈഫിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരെയാണ് കൂടുതലായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ഏറ്റവും വലിയ ഒരു ന്യൂനത, ഐ മീൻ നമ്മളറിയാതെ നമ്മളെ അത് വിഴുങ്ങുന്ന ന്യൂനത, സാറിൻ്റെ ഉള്ളിലൊരു ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഷെയർ മാർക്കറ്റിനെ പറ്റി ഒരു ഇൻട്രസ്റ്റ് തോന്നിയാൽ തന്നെ ദി വെരി നെക്സ്റ്റ് മൊമെന്റ് സാറ് കാണുന്ന ഫീഡ്സിൽ പിന്നെ അതിൻ്റെ ഇത് വന്നു തുടങ്ങുകയാണ്. അതെ, ചിന്തിക്കുന്നത് പോലും അത് വരുന്നു എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിൽ അട്രാക്റ്റഡ് ആയി പോകും. ഇപ്പം വേറെ ഒന്നും വേണ്ട, നമ്മൾ ഒരാളെ ഫോൺ വിളിച്ച് ഇതിനെക്കുറിച്ചൊരു സംശയം ചോദിക്കുകയാണ്, ഇപ്പം ഫോറക്സിനോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, എന്നിട്ട് പിന്നെ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ലോകം. ദാറ്റ്സ് വേൾഡ് ടു സ്മോൾ. അങ്ങനെ ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ ആ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പഠനമൊക്കെ കഴിഞ്ഞു എന്ന് വെക്കാം. കാരണം അത്രയും എക്സ്പ്ലനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പഠനം കഴിഞ്ഞൊരു വ്യക്തി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ട്രേഡിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഫോർ ദ നെക്സ്റ്റ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഒരു ഓപ്ഷൻ ട്രേഡർക്ക് ജോലി തുടങ്ങുന്നത് 3:30 മണിക്ക് ശേഷമാണ്. കറക്റ്റ്, മനസ്സിലായില്ലേ? ആഫ്റ്റർ 3:30 ആണ് അയാളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ 2-3 കാര്യങ്ങൾ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ചെയ്തപ്പം ഞാൻ RSI ഡൈവേർജൻസിൻ്റെ വീഡിയോക്ക് സ്ക്രീൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് അതിൻ്റെ അകത്ത് കുറേ ലെവൽസ് മാർക്കിംഗ് ഉണ്ട്. ആ ലെവൽസ് എൻ്റെ ലെവൽസ് ആണ്, അത് ഞാനായിട്ട് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുന്ന ലെവൽസ് ആണ്. അത് അവിടെ അതിപ്പോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9,000 നിഫ്റ്റി 9,000 വരെ ആ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ഇത് തുടങ്ങുമ്പോൾ നിഫ്റ്റിയുടെ ലെവൽ 1,000 ആയിരുന്നു, ഇന്ന് 26,000 എന്നുള്ള ഡിഫറൻസ്. അപ്പൊ ഞാൻ അന്ന് മുതൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഉണ്ട്. അപ്പൊ എന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ലെവൽസ് ആണ്. ആ ലെവൽസ് ഒരു ലെവല് കണ്ടുപിടിക്കാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2 to 3 hours എടുക്കും ഒരൊറ്റ ലെവല് കണ്ടുപിടിക്കാനായിട്ട്. കാര്യം അതിന് ഈ പറഞ്ഞ മാതിരി 15 minute ചാർട്ട്, 1 hour ചാർട്ട്, ഡെയിലി ചാർട്ട്, വീക്ക്ലി ചാർട്ട് ഇത് നോക്കണം. അത് ഏതെങ്കിലും ഒരു പുതിയ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 months കഴിഞ്ഞാലാണ് ആ ഏരിയയിൽ നമുക്കൊരു ലെവൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ ഈ ചാർട്ടുകളൊക്കെ നോക്കണം. ഒരു പർട്ടിക്കുലർ ലെവലിൽ മോർ ദാൻ 2 times 2 അതിൽ കൂടുതൽ പ്രാവശ്യമോ അവിടുന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവണം, റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടാവണം. ഇതേ സെയിം സംഗതി 1 hour ചാർട്ടിലും ഉണ്ടാവണം, ഡെയിലി ചാർട്ടിലും ഉണ്ടാവണം, വീക്ക്ലി ചാർട്ടിലും ഉണ്ടാവണം. അപ്പൊ ഇത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടീഡിയസ് ജോബ്. ആൾക്കാർ വിചാരിക്കുന്നത് പോലെ ഇത് എളുപ്പമുള്ള പണിയല്ല. ഒന്ന് വാങ്ങിച്ച് വിറ്റ് കാശെടുത്ത് ബാങ്കിൽ ഇടുന്നതല്ല പണി. ഇതിനൊരു സാർ ഇങ്ങനെ TDS എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലേണേഴ്സ് വിചാരിക്കും, അയ്യോ ഓരോ ദിവസവും 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നൽ അവർക്ക്. അല്ല, അത് വേണ്ട. എളുപ്പമുള്ള മാർഗം പറയാം. ഈ സംഭവം ഇപ്പൊ ഞാൻ പറഞ്ഞ സംഭവം അതൊരു പെർമനന്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുന്നത്. അത് ഒരു 1000 ഗ്യാപ്പിന്റെ അടുത്ത്, അത് എല്ലാ ദിവസവും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു വീക്ക്ലി വൺസ് ഇരുന്നിട്ട് നമ്മൾ സാറ്റർഡേ സൺഡേസിൽ നമുക്കറിയാം. ഇപ്പൊ ഒരു നിഫ്റ്റി ഒരിക്കലും ഒരു 1 വീക്കിന്റെ അകത്ത് 2000 points ഒന്നും അപ്പുറത്തേക്ക് എന്തായാലും പോകാൻ പോകുന്നില്ല. സോ ആ ഏരിയയിൽ മാർക്ക് ഇപ്പൊ ഈ ഒരു 25,700 മേളിലുള്ള ഒരു ലെവലും എനിക്കിപ്പോ മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിന്റെ മേളിൽ അതിന് മാത്രം ടൈം മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ ദർ. സോ ഐ വിൽ വെയിറ്റ്. അപ്പൊ അതല്ല നമ്മൾ ജോലി ഇതൊരു കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തലേ ദിവസം, അതായത് ഇന്ന് നമ്മൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ്റെ അകത്ത് ഇന്നലെ നാളത്തേക്കുള്ള പ്രശ്നം ഇപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ തുടങ്ങിയ പോലെ ക്ലോസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. അതിൽ നോക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഇതിൻ്റെ അകത്ത് നമുക്ക് CPR എന്ന് പറഞ്ഞ സാധനം
നാളത്തെ CPR നമുക്ക് ഇന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. CPR ഇസ് എ കാൽക്കുലേറ്റഡ് ഫിഗർ ആണ്. ഓപ്പണിംഗ് ക്ലോസ്, ഐ മീൻ ഡേ ഹൈ ഡേ ലോ ആൻഡ് ക്ലോസ് ബേസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. CPR നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അപ്പം നമുക്കറിയാം ഓപ്പണിംഗ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബേസിക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. മാർക്കറ്റ് CPRന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ഓൾസോ വിൽ ബി ബിലോ CPR. മേലിലാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ഓൾസോ വിൽ ബി above CPR. മാർക്കറ്റ് CPRന്റെ അകത്താണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി കൺസോളിഡേഷൻ ഡേ. അതൊരു ബേസിക് കൺസെപ്റ്റ്. അത് അങ്ങനെ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെയാണ്. അല്ല, അത് ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സർ ഒരു ട്രിഗർ പോയിന്റ് കിട്ടിയാൽ മതിയല്ലോ, അവർക്കൊന്ന് ഫോളോ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് നമ്മൾ പിറ്റേ ദിവസത്തെ CPR ലെവൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പൊ എന്നിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതിക്കുന്നു. അപ്പൊ നാളെ മോർണിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം വേർ ഇറ്റ് ഹസ് ബീൻ ഇസ് ഗോയിങ് ടു ഓപ്പൺ. അതായത് നമുക്ക് 9/7 അറിയാം എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വി ക്യാൻ പ്രിപ്പയർ അവർ സെൽഫ്. ഓക്കെ, നമ്മൾ എന്തായിരിക്കണം എന്ന് നോക്കേണ്ടത്. ഷുഡ് വി ഗോ ഫോർ എ സെൽ ഓൺ റൈസ് ഓർ ബൈ ഓൺ ഡിപ്പ്? അതാണ് നോക്കണം. അതല്ല ഇനി CPRന്റെ അകത്താണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്കറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കണം. അത് എങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളത് നമുക്ക് ഇതാക്കി എടുക്കാം. പിന്നെ നോക്കുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം തലേ ദിവസത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം നോക്കണം. അത് കൂടുതലും വരുന്നത് എക്സ്പയറി ഡേയുടെ അതിൻ്റെ സമയത്തുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എക്സ്പയറി ഡേ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നാളെയാണ് എക്സ്പയറി, ഇന്ന് കഴിഞ്ഞു, ഇന്ന് വൈകുന്നേരം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. അപ്പം നമ്മൾ അതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ എക്സ്പയറി എവിടെ വരാനാണ് സാധ്യത. ഷോർട്ട് കവറിങ്ങും ലോങ് അൺവൈൻഡിങ്ങും ഏത് ലെവലിൽ നിന്ന് വന്നാലാണ് അത് വരാൻ സാധ്യത. മാക്സ് പെയിനെ പറ്റി സാറിന് ഈ മാക്സ് പെയിൻ ഓൾറെഡി അത് സാർ വിശ്വസിക്കുന്നു? ഇല്ല, അതിലൊന്നുമില്ല. ഞാൻ ഫോളോ ചെയ്യുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്, ഡയറക്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. യെസ്, ഇത് തന്നെ ഒരു ട്രാപ്പ് എന്നാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കാരണം മാക്സ് പെയിൻ എന്ന് പറയുന്നത് ഇന്ന പോയിന്റിൽ എക്സ്പയർ ആകുന്നു നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ബേസിസിൽ നമ്മുടെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാക്സ് പെയിൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇപ്പം നമുക്കറിയാം എങ്ങനെ ഈ വലിയ ഹൈ എൻഡ് ട്രേഡേഴ്സ് എന്താ ചെയ്യുക, അവര് സ്ട്രാഡലായിരിക്കും കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ സെല്ലേഴ്സ് ആണ്, റൈറ്റേഴ്സ് ആണ്, നോട്ട് ബേസ്ഡ് ഓൺ ദ ബയേഴ്സ് ആണ്. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസ്ഡ് ഓൺ റൈറ്റേഴ്സ് ആണ്, നോട്ട് ബേസ്ഡ് ഓൺ ബയേഴ്സ് ആണ്. അപ്പം നമ്മൾ ഈ ഗൂഗിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇതുണ്ട്, മറ്റേ എന്താ പറയുക, കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് ഐ മീൻ മേളിലേക്ക് പോകും. അല്ല, കോൾ റൈറ്റിംഗ് കോൾ ഇതാണ് നമ്മുടെ OI ആണ് കൂടുതലെങ്കിൽ മേളിലേക്ക് പോകും, PE ആണ് കൂടുതലെന്നെങ്കിൽ താഴേക്ക് പോകും എന്നൊക്കെയാണ് ഗൂഗിൾ അടിച്ചാൽ നോക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇന്ത്യൻ മാർക്കറ്റിൽ, നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ബേസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബയേഴ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻ റൈറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. എക്സാക്ട്ലി, ഹൈ എൻഡ് ആൾക്കാർ the more money they spend and also comparing to sir ഒരു 1 lakh OA ഉണ്ട്. Obviously we know that two parties join together to form a contract. പക്ഷെ അതിൽ ആ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ബയറിനും ആൻഡ് ദി സെക്കൻഡ് പാർട്ടി സെല്ലർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഇൻവെസ്റ്റ്മെന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഹിമാലയൻ ഡിഫറൻസ് ആണുള്ളത്. കാര്യം സെല്ലർ ആയിരിക്കും അതിൻ്റെ അകത്ത് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ, അയാളുടെ അടുത്തായിരിക്കും അതിനുള്ള ബാക്കപ്പ് ഉള്ളത്. ബയർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ലിമിറ്റഡ് റിസ്ക് ആൻഡ് മാക്സിമം അൺലിമിറ്റഡ്. അത് ബൈ തിയററ്റിക്കലി നമ്മൾ കാണുന്നത് ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ബയ്യറിനല്ലേ അപ്പൊ കൂടുതൽ ഫേവർ എന്നുള്ള. പക്ഷെ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് എന്താണ്, 100 രൂപ ക്യാപിറ്റൽ അല്ലെങ്കിൽ 1 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ 1 ലക്ഷവും ബൈയിങ്ങിനെ. സോ ദാറ്റ് ഈസ് ലിമിറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിസ്കിനെയാണ് അവിടെ ലിമിറ്റഡ് റിസ്ക് എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു കൺസെപ്റ്റ് തന്നെ അത് ബൈ ഹാർട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയന്റ് പറഞ്ഞത് റിസ്ക് എടുത്താലല്ലേ, ഞാൻ പറഞ്ഞ റിസ്ക് ഹേ തോ ഇഷ്ക് ഹേ എന്ന് നമ്മുടെ ഒരു മെന്റർ, ഐ ഡോണ്ട് വാണ്ട് ഹിസ് നെയിം ടു ബി ഡിസ്ക്ലോസ്, ആരാന്ന് മനസ്സിലായിട്ട് മൂവി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂപ്പരത് പറയുമ്പോ ഇപ്പോഴത്തെ ആൾക്കാരുടെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഹീറോ ടു സീറോ ആണെന്നുള്ളത് മൂപ്പര് ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ റിസ്ക് ആ ലെവലാണ്. മൂപ്പര് ആ റിസ്ക് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. റിസ്ക് ഏത് വിഷ്കേ തന്നെയാണ് നമുക്കും അങ്ങനെയാണ്. പക്ഷെ അത് നമ്മുടെ റിസ്ക് ലെവല് ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ റിസ്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ടു സീറോ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ബേസ്ഡ് ആണ്, അതും ഓപ്ഷൻ ബേസ്ഡ് ആയിരിക്കത്തില്ല ഒരിക്കലും. ആരും സർ നല്ല പ്രൊഫഷണൽ ട്രേഡേഴ്സോ ഐ മീൻ ഇൻ ടേംസ് ഓഫ് ബിഗിനേഴ്സിനോടായി പറയുന്നത്, നോട്ട് ഫോർ ദി എക്സ്പേർട്ട് ട്രേഡേഴ്സ്. ബിഗിനേഴ്സിനോട് ആരും ഓപ്ഷൻ ബൈയിങ്ങിൽ ആദ്യം പ്രിഫർ ചെയ്യാൻ പറയില്ല. ഈവൻ സാർ പോലും ഒരു ഓപ്ഷൻ ട്രേഡറാണ്. വാട്ട് യു ഡിഡ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ്, സാർ ഇനീഷ്യലി എന്താ പറഞ്ഞത്? ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുമെന്നല്ലേ സാറും പറഞ്ഞത്? ഇക്വിറ്റിയിൽ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ചാർട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓപ്ഷനിൽ ചെയ്ത് നമുക്ക് ചാർട്ട് പഠിക്കാൻ പറ്റില്ല. അത് ഒരുപാട് ഫാക്ടർ ഉണ്ട്. ഇപ്പം ഇക്വിറ്റിയിൽ നമ്മൾ OI നോക്കുക, മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന്റെ ചാർട്ട് നോക്കി നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷെ മറ്റേത് അത് പറ്റില്ല. നമ്മൾ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് മനസ്സിലാക്കണം, ഫ്യൂച്ചർ ചാർട്ട് മനസ്സിലാക്കണം, ഏത് സ്ട്രൈക്കാണോ അതിന്റെ ചാർട്ട് മനസ്സിലാക്കണം, ഇതെല്ലാം ചെയ്യണം. OI എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ അത് പഠിക്കുമ്പോൾ നമുക്കൊരു ബാക്കപ്പ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇക്വിറ്റി ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്കത് ഓപ്ഷൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ചെയ്യാൻ പറ്റും. കാര്യം സ്പീഡും കുറവാണ് ഇക്വിറ്റിയിൽ. താഴേക്കാണെങ്കിലും മേളിലേക്കാണെങ്കിലും അതിന് സ്പീഡ് കുറവാണ്. ഇൻഡെക്സ് ഓപ്ഷൻ അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് പ്രൈസ് ലാഡർ ഇട്ട് നമ്മൾ നോക്കി നമുക്ക് കാണാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് അതിങ്ങനെ മറിഞ്ഞു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇക്വിറ്റിയിൽ അങ്ങനെയല്ല. ഇറ്റ് വിൽ ബി സ്റ്റേബിൾ, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ OI ഡാറ്റ. ഈ OI ഡാറ്റ നോക്കുന്നത് ബേസിക്കലി ഇപ്പം ഞാൻ നോക്കുന്നത്, ഇപ്പം എക്സ്പയറി ആണ് നാളെ, ഇന്നത്തെ ചാർട്ട് എടുക്കുന്നു, ഏറ്റവും കൂടുതൽ സ്ട്രാഡൽ എവിടെ ക്രിയേറ്റ് ചെയ്തേക്കണം നോക്കാം. ഒരു 90% സ്ട്രാഡൽ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചില ദിവസം ചില എക്സ്പയറിക്ക് സ്ട്രാങ്കിൾ ആയിരിക്കും അവർ ക്രിയേറ്റ് ചെയ്തത്. ഇറ്റ് ഓൾ ഡിപെൻഡ് ഓൺ ദ മാർക്കറ്റ്. ദേ നോ ബെറ്റർ ദാൻ അസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സ്ട്രാഡലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെയാണോ അവസാനിക്കാൻ ഇത്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം അവർ സപ്പോർട്ടിംഗ് ആയിട്ട് താഴെ ഒരു PO അല്ലെങ്കിൽ മേളിലൊരു CEO കൂടി അവർ റൈറ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇതേ മൂവ്മെന്റ്, അതായത് നമ്മുടെ സ്ട്രാഡൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്ന അതേ മൂവ്മെന്റിൽ തന്നെ വേറെ ഏതെങ്കിലും CEO അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PO അതേ സമയത്ത് അഡീഷണൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ടൈം ബേസ്, അത് സമയം എടുക്കും കുറച്ച് മനസ്സിലാക്കി പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മോസ്റ്റ്ലി ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളത്തെ ഒരു ട്രെൻഡിങ് ഡേ ആണെന്നുള്ള ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ദ വെരി നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ് അവർക്ക് തലേദിവസത്തെ ആ ഒരു കൺഫർമേഷൻ പ്ലസ് ഗ്ലോബൽ ഇവന്റ് സിറ്റുവേഷൻസ് ലൈക്ക് വാർ അതുപോലുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ why don't they go for a long straddle for the next day? ചെയ്യാം, പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ടൈമിൽ. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് CPR നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് CPRക്ക് ഇന്നത്തെ CPRനെയും കാട്ടി CPRന്റെ വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ട്രെൻഡിങ് ഡേ. അത് എത്രത്തോളം CPRന്റെ വിഡ്ത്ത് കുറയുന്നോ അത്രത്തോളം അത് ട്രെൻഡിങ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ഏത് വശത്തേക്കായിരിക്കും ട്രെൻഡിങ് എന്നുള്ളത് OI will tell you. ഇതെല്ലാം അത് മാത്രമല്ല സ്ട്രാഡലും കൂടി ആവുമ്പോ പിന്നെ they are safe in any side. if it is moves they will be safe. പക്ഷേ ഈ സൈഡ് വേസ് ആയി പോവാണെങ്കിൽ ട്രാപ്പിലായി. അപ്പൊ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അപ്പൊ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നാളത്തെ CPR നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ നാളത്തെ CPR ലെവൽ നമുക്ക് കിട്ടും. അപ്പൊ ആ CPR ഇന്നത്തെ CPR ആയിട്ട് കമ്പയർ ചെയ്യാം. അത് അതിനേലും വൈഡ് ആണോ? അതിനേലും വൈഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഡോണ്ട് എക്സ്പെക്ട് മച്ച് മൂവ്മെന്റ്. പിന്നെ നാളെ എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. അതല്ല, അത് വിഡ്ത്ത് കുറവാണ്, ഇന്നത്തെ CPRനെയും കാട്ടി നാളത്തെ CPRന്റെ വിഡ്ത്ത് കുറവാണ്. അത് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ട്രെൻഡിങ് ആയിരിക്കും മാർക്കറ്റ്. അത് ഏത് സൈഡിലേക്കായിരിക്കും ട്രെൻഡിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞ മാതിരി മറ്റേ ഓപ്പൺ ഇൻട്രസ്റ്റ് വിൽ ടെൽ യു. ഇപ്പോൾ സാർ യൂസ് ചെയ്യുന്ന CPR ഇൻഡിക്കേറ്ററിൽ തന്നെ നെക്സ്റ്റ് ഡേ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സും ഇപ്പോൾ അവൈലബിൾ ആവില്ലേ മാർക്കറ്റ്? ഇപ്പൊ ചില ഇതിന്റെ അകത്തുണ്ടല്ലോ നെക്സ്റ്റ് ഡേ ഇൻഡിക്കേറ്റർ, ഐ മീൻ CPR. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അത് ചാർട്ടിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവും. ഇതെല്ലാം കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. അപ്പൊ വേണം നമുക്ക് അത് ചെയ്യാം, എന്നിട്ട് അത് ഹൈഡ് ചെയ്ത് വെക്കാം. നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രം, അതായത് 3:30 ശേഷം നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രം അത് ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം അടുത്ത ദിവസം CPR എവിടെയായിരിക്കും എന്നുള്ളത്. എക്സാക്ട് ടൈം
അതായത് നാളത്തെ അനാലിസിസിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വലി ഞാൻ പറയുന്നത് ഒരു വ്യക്തിപരമായിട്ട് നമ്മൾ ഇരിക്കേണ്ടുന്ന സമയം അത് രാത്രിയിൽ ആണെങ്കിൽ ഒരു 9 ആണോ 11 ആണോ ടു മാച്ച് വിത്ത് ദി ഗിഫ്റ്റ് നിഫ്റ്റി മൂവ്മെൻറ്റ് എല്ലാം മാച്ച് ചെയ്യാൻ പാകത്തിനുള്ള ടൈമിങ് ഏതായിരിക്കും? US മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് യുഎസ് മാർക്കറ്റിൽ ഓപ്പൺ ബൈ അറൌണ്ട് 6:30 to 7. 8 o'clock നമ്മുടെ 8 o'clockനാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. അപ്പം ഇപ്പോഴത്തെ അത് മാറും, ഡേലൈറ്റ് സേവിങ്സ് മാറും 6 months. അപ്പം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ അവരുടെ കമോഡിറ്റി മാർക്കറ്റ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ 6:30 ആകുമ്പോൾ തന്നെ അവരുടെ കമോഡിറ്റി മാർക്കറ്റ് ആക്റ്റീവ് ആയി തുടങ്ങും. അതല്ല സാർ ഞാൻ ചോദിച്ചത്, ഒരു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നമ്മൾ ഇരിക്കേണ്ടുന്ന സമയം ഇൻഡിവിജ്വലി നമ്മൾ ഇതിനെല്ലാറ്റിനും ഈവൻ US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും നമുക്കറിയാൻ പറ്റില്ല. വൺസ് ദേ ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ഒൺലി അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കൺസിഡറേഷനിൽ എടുക്കുകയാണെങ്കിൽ ദ റൈറ്റ് ടൈം ഇരുന്ന് ഒരു അനാലിസിസിന് ഞാൻ ഈ കുറച്ച് നേരത്തെ പറഞ്ഞ അനാലിസിസും US മാർക്കറ്റുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അത് ബേസിക്കലി നമ്മുടെ ചാർട്ട് OAയും നമ്മുടെ ചാർട്ടും ഇന്ന് എന്ത് പറഞ്ഞു നമ്മുടെ അടുത്ത് നാളെ എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ അതിൽ മാറ്റം വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് മാതിരി ഗ്ലോബൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലോബൽ ഇഷ്യൂസ് നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ് US മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കുക, അതനുസരിച്ച് നമ്മുടെ നാളത്തെ പ്ലാനിങ്ങിലുള്ള ഡിഫറൻസ് വരുത്തുക. ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറഞ്ഞ സാധനം നമ്മൾക്കൊരു ഇൻഡിക്കേഷൻ ആണ് തരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് 176 പോയിന്റ് താഴേക്ക് പോയി. പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗിഫ്റ്റ് നിഫ്റ്റി 6 o'clock തുറന്നു കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി വാസ് ഓൺലി ഡൗൺ ബൈ അറൌണ്ട് 35 points. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ക്രിയേറ്റഡ് ആവാം. അത് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ നമ്മളിപ്പോ 3:30 ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആ ഡേസ് ക്ലോസ് ഒരു 3 hours കഴിഞ്ഞു. ഓൾമോസ്റ്റ് എന്താ പറയാ ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എൻ്റെ പ്രയാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ സിറ്റ് വിത്ത് ദിസ്. നെക്സ്റ്റ് ഡേക്ക് എന്താണ് സംഭവിക്കുക ആദ്യം ഞാൻ നോക്കുന്ന സാധനം നെക്സ്റ്റ് ഡേയുടെ CPR കാൽക്കുലേറ്റ് ചെയ്യുന്നു. CPR ഐ ഡോണ്ട് മാർക്ക് ഇൻ മൈ ചാർട്ട് നെക്സ്റ്റ് ഡേ CPR, ഐ റൈറ്റ് ഇറ്റ് ഡൗൺ ചെയ്ത് വെക്കുന്നു. അപ്പോൾ എനിക്കറിയാം എവിടെയായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഞാൻ OI ഡാറ്റ നോക്കുന്നു, തലേദിവസം OI ഡാറ്റ നോക്കുന്നു. അതിൽ ഞാൻ നോക്കുന്ന വേറെ സാധനമുണ്ട്. അത് കിട്ടാനായിട്ട് നിങ്ങൾ വേറെ എക്സ്റ്റേണൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടി വരും. കാര്യം ലാസ്റ്റ് 1 hour അത് ഇന്നത്തെ ലാസ്റ്റ് 1 hour വന്നിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ്. വെയ്റ്റഡ് ആവറേജ് അല്ല, ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ഞാൻ പറഞ്ഞത്. വെയ്റ്റഡ് ആവറേജ് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ചേഞ്ച് ലാസ്റ്റ് 1 hour ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോഴാണ് അവർ നെക്സ്റ്റ് ഡേക്കുള്ള എന്താ പറയാ പ്രിപ്പറേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നെക്സ്റ്റ് ഡേക്ക് അവരുടെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് അവര് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു 1 hour ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ആ 1 hour ഗ്യാപ്പിൽ എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് വന്നിട്ടുള്ളത് അതിന് നമുക്കിപ്പോ ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഒരു 1 hour 2 hour 3 hour എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ലാസ്റ്റ് 1 hour എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്തതെന്ന് പറയും, ഏതൊക്കെ സീരീസ് ആണ് റൈറ്റ്. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചാർട്ടിലേക്ക് പോകുന്നു. ആ ചാർട്ടിലേക്ക് പോയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, ഏത് പ്രൈസിലാണ് ആ പർട്ടിക്കുലർ സീരീസ് അല്ലെങ്കിൽ പീസ് കൂടുതൽ റൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുന്നു. ഏത് പ്രൈസിലാണ് LTP നോക്കിയിട്ട്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവും, അവരെവിടെയായിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത നമുക്ക് മനസ്സിലാവും. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഏത് ഹൈ എൻഡ് ഇൻവെസ്റ്റർ ആണെങ്കിലും ദേ ഓൾവേസ് പ്ലേ വിത്ത് ദ സ്റ്റോപ്പ് ലോസ്. നോബഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഏത് പ്രീമിയം ലെവലിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് പ്രൈസ് ബേസിലാണ്. അപ്പൊ നമുക്കത് വോളിയം നോക്കിയാൽ മനസ്സിലാവും അവർ ഏത് പ്രൈസിലായിരിക്കും. അതിലേക്ക് റീച്ച് ചെയ്യാൻ ഒരു ബിഗിനറിന് എങ്ങനെയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് പറ്റില്ല. കുറച്ചൊന്ന് അവർ എഫേർട്ട് എടുക്കണം, അവർ ബൈ പ്രാക്ടീസ് എഫേർട്ട് എടുക്കണം. അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ള അതിനിപ്പോ നമുക്ക് ഈ എന്താ പറയാ പ്ലേ ബാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ധനിലൊക്കെ ഉണ്ട്. നമ്മള് ചാർട്ട് നമുക്ക് റീപ്ലേ മോഡ്. അപ്പൊ അതിട്ട് ആ 1 hour ഇട്ടാൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് റൈറ്റിംഗ് കൂടുതൽ, സെല്ലിംഗ് പ്രഷർ കൂടുതൽ വന്നിട്ടാന്നുള്ളത് മനസ്സിലായില്ല. ആ സമയത്തുള്ള സെല്ലർ ബയർ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാം. കുറച്ച് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞത്, ഈ പരിപാടിയാണ് ഒരു ട്രേഡിന്റെ റിയൽ ജോബ്. അല്ലാണ്ട് കാലത്ത് 9 മണി 9:15 മുതൽ 3:30 മണി വരെ എനിക്ക്
ഒരു പണിയില്ല. ടു ബി വെരി ക്ലിയർ, എനിക്ക് ഒരു പണിയില്ല, വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഐ എം ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആൻഡ് സീയിങ് എന്റെ സെറ്റപ്പ് വന്നുണ്ടോ എന്ന് നോക്കുക, വന്നാൽ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ജോലി തുടങ്ങുന്നത് ഈ പറഞ്ഞമാതിരി മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ജോലി, അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്, പകൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ്. ട്രേഡറിനെ സംബന്ധിച്ചോളം പകൽ അവരെ സംബന്ധിച്ചോളം റെസ്റ്റ് ആണ്, ബാക്കിയുള്ള ജോബ് വരുന്നത് ഈ സമയത്ത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ മാതിരി CPR കാര്യങ്ങളൊക്കെ നോക്കുക, നാളെ ഇവിടെ ഓപ്പൺ ചെയ്യുക, അത് നാളെ നമുക്ക് തീരുമാനിക്കാം എവിടെയാന്നുള്ളത്. ബട്ട് വി ആർ പ്രിപ്പയറിങ് അവർ സെൽഫ്. പിന്നെ ചാർട്ട് OI നോക്കുക, OIയിൽ 1 hour ലാസ്റ്റ് 1 hourൽ എവിടെയൊക്കെയാണ് അവർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കുക. അതിൽ ഈ പറഞ്ഞ മാതിരി റീപ്ലേ ചെയ്തിട്ട് എവിടെയാണ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ വന്നത്, ഏത് പ്രൈസിലാണ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ വന്നത്, നമ്മളത് ചാർട്ട് വന്നതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അത് റീപ്ലേ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ളത്. ആ സെല്ലിംഗ് പ്രൈസിൻ്റെ ആവറേജ് എടുക്കുക. ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് പ്രൈസിലായിരിക്കും ഇത് ലാസ്റ്റ് 1 hourൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിലുള്ള CEP അവരുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ, ഇപ്പം അവരൊരിക്കലും പോയിട്ട് ഒരു PE മാത്രം റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ CE മാത്രം റൈറ്റ് ചെയ്യുക അവർ ചെയ്യത്തില്ല. അപ്പൊ അവരെന്താ, അപ്പൊ നമ്മൾക്ക് എന്താ മനസ്സിലാക്കുക, എന്നിട്ട് അത് ക്ലബ് ചെയ്തിട്ട് അപ്പൊ അവരുടെ ടോട്ടൽ കോസ്റ്റ് അവർ ഓൾറെഡി അവർ വന്നിട്ടുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് അതിന് പുറത്തു വന്നു കഴിഞ്ഞാൽ ദേ വിൽ ബി ഇൻ ട്രബിൾ. സോ അതിൽ അവരെവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യത എന്നാണ് നമ്മൾ ആദ്യം നോക്കി വെക്കുന്നത്. അതൊക്കെ സാധ്യതയുള്ളൂ, ഇറ്റ്സ് ഓൺലി എ പ്രോബബിലിറ്റി. അത് നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. ഒരു റീസണബിൾ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ദേ ആർ വെൽ അവെയർ അബൌട്ട് ദി പ്രോബബിലിറ്റി ആൻഡ് കൺവിക്ഷൻ. ഇത് രണ്ടും മാത്രമേ മാർക്കറ്റിനെ പറ്റത്തുള്ളൂ. ദർ ഇസ് നോ അഫർമേഷൻ. ഒരു സാധനത്തിനും നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. നമ്മളത് നമ്മുടെ രീതിക്ക് നമ്മൾ ആ പോസിബിലിറ്റി നമ്മൾക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതെടുത്ത് നമ്മൾ മാർക്ക് ചെയ്തിടുന്നു ഏത് ഏരിയയിലാണ് ദേ ഗെറ്റ് ഇൻ ടു ട്രബിൾ, അവരെവിടെയാണ് ട്രബിൾ ആവാൻ സാധ്യത എന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ അഡ്ജസ്റ്റ് ആണല്ലോ. അവർ അഡ്ജസ്റ്റ്മെന്റിനുള്ള ഓപ്ഷൻ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ടാവും. അവരെവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു അതിനുള്ള പ്രിപ്പറേഷൻ അവർ ഇന്ന് തന്നെ പൊസിഷൻസ് ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതും നമ്മൾ കണ്ടുപിടിക്കുന്നു എവിടെ വെച്ചായിരിക്കും അവർ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യത. ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ഇപ്പം ട്രെൻഡിങ് CPR പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രെൻഡിങ് മാർക്കറ്റ് ആണ്. അപ്പോൾ ആ ഇതും കൂടെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ആ ലെവൽ കട്ട് ചെയ്ത് പോയി. കാര്യം നമ്മൾ എടുക്കുന്നത് അവരുടെ CE റൈറ്റ് ചെയ്ത പ്രൈസ് മാത്രമല്ല, അവരുടെ കമ്പൈൻഡ് പ്രൈസാണ് നമ്മൾ എടുക്കുന്നത്. ആ കമ്പൈൻഡ് പ്രൈസാണ് അവർ നോക്കുന്നത്. അവർ ഒരു കാരണവശാലും CE പ്രോഫിറ്റബിൾ ആണോ പ്രോഫിറ്റബിൾ ആണോ എന്നൊന്നും അവർക്ക് ഒരു വിഷയമില്ല. അപ്പൊ ഈ അത് ചെയ്യാൻ വേണ്ടി അപ്പൊ ധനിൽ ഇപ്പൊ നമ്മുടെ എന്താ പറയാ P&L സ്റ്റോപ്പ് ലോസ് P&L ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അത് P&L പ്രോഫിറ്റ് വെച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ടാണ്. കാരണം വെച്ചാൽ കമ്പൈൻഡ് ആണ്. എനിക്ക് കമ്പൈൻഡ് പ്രോഫിറ്റ് ഇത്ര എന്നുള്ള രീതിയിൽ അതൊരു നല്ലൊരു ഫെസിലിറ്റിയാണ്. അപ്പൊ അത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് ചെയ്യുന്ന ബേസിക്കലി അതാണ് നോക്കുന്നത്. അപ്പൊ നമ്മളും അതാണ് നോക്കുന്നത്. ഇപ്പൊ അവര് CE PE എഴുതിയിട്ടുണ്ട്. അവര് CE PEയും ഈ പ്രൈസിലായിരിക്കാം അവരുടെ ടോട്ടൽ കമ്പൈൻഡ് പ്രീമിയം വന്നിരിക്കുന്നത്. അപ്പൊ അതേ മേളിലേക്ക് ഇപ്പൊ CE ആണെന്നുണ്ടെങ്കിൽ അതിന് മേളിലേക്കാണെന്നുണ്ടെങ്കിൽ അതിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ആക്ച്വൽ പ്രൈസ് അല്ലെങ്കിൽ അപ്പുറത്തെ LTP അവർ ഈ ഇതല്ല നോക്കുന്നത്, LTP അല്ല നോക്കുന്നത്. അവർ നോക്കുന്നത് ബേസിക്കലി ക്ലോസിംഗ് ബേസിസിലാണ്. എക്സ്പയറി ഡേയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേ വിൽ സ്റ്റാർട്ട് അഡ്ജസ്റ്റിംഗ്. ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇത് തിരിച്ച് വാങ്ങിക്കണം. അപ്പൊ ഇത് തിരിച്ച് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് ഷൂട്ടാവും. അപ്പൊ അപ്പോഴാണ് ഈ പറഞ്ഞ മാതിരി ഷോർട്ട് കവറിങ്. ഇപ്പൊ കോളാണ് തിരിച്ച് വാങ്ങിക്കണമെങ്കിൽ ഷോർട്ട് കവറിങ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതാണെങ്കിൽ ലോങ് അൺവൈൻഡിങ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക് പ്രിപ്പറേഷൻ വേണ്ടത്. അപ്പൊ ബേസിക് പ്രിപ്പറേഷനിൽ നമുക്ക് വേണ്ടത് OI വേണം, ചാർട്ട് വേണം. ഈ രണ്ട് സാധനം കംപ്ലീറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിന് എന്തായാലും ഒരു 2-3 hours എടുക്കും. ഒരു സംശയം കാര്യത്തിലില്ല. യു ഹാവ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് 2-3 hours. പിന്നെ വരുന്നതാണ് ഗ്ലോബൽ ഫാക്ടേഴ്സ്. അത് US മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വീൽ അണ്ടർസ്റ്റാൻഡ് വേർ വി ആർ ഹെഡിങ് ടു ഇതെന്ന് വെച്ചാൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഇത് ഇപ്പം അൺസർട്ടനിറ്റി ഇപ്പം US വലിയ ഒരു മൂവ്മെന്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. സോ ദാറ്റ് മീൻസ് വാട്ട് വി ഹാവ് ഡൺ ഈസ് മ്യൂട്ടഡ് ആവണമെങ്കിൽ ഓക്കെ. സോ നമ്മൾ എന്താണ് വർക്ക് അത് ഒരു 75 days അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. വലിയ സ്വിംഗ് വരുന്നത് ഒരു 25% ഡേയ്സിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹൈ വോളറ്റിലിറ്റി അവിടെയും ഒരു പരിധിക്കപ്പുറം ഉണ്ടാവത്തില്ല നോർമലി. പക്ഷെ സീസണലി വരുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇതായിരിക്കും.
അപ്പം ബേസിക്കലി അപ്പം അങ്ങനെ ഒന്ന് വന്നിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ മാത്രം മതി നമുക്ക്. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ വീൽ വെയിറ്റ്, ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെ ഓപ്പണിംഗിൽ എഫക്ട് ചെയ്ത് നോക്കുന്നവര് നമ്മൾ ഇത് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ 3 5 minute candle ജസ്റ്റ് ലീവ് ഇറ്റ്, ഡോണ്ട് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുക. അപ്പം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വെക്കേണ്ട കാര്യത്തിന് വേണ്ടതാണ് നമുക്ക് ഈ വേണ്ട CPR. വേറെ ഒന്നും കൂടി ഉണ്ട്, 20 and 50 EMA. അതെങ്ങനെയാണെന്നുള്ളതും കൂടി മൂവിങ് ആവറേജ്, അതിന്റെ ഡയറക്ഷൻ ഇപ്പോൾ അറ്റ് പ്രസന്റ് പ്രൈസ് എവിടെ നിൽക്കുകയാണ്, ഇതിന് മുകളിലാണോ താഴെയാണോ അല്ലെ, അതായത് അതിന്റെ ക്രോസ് ഓവർ ബേസിക്കലി 20-50 EMA ക്രോസ് ഓവർ എങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് ക്ലോസ് ചെയ്തപ്പം 20 EMA 50 EMA താഴെയാണോ, അത് ഇന്നാണോ ക്രോസ് ഓവർ നടന്നത്, അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിങ്ങനെ ക്രോസ് ഓവറിന് ശേഷം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കി വെക്കുന്നത്. അത് വെച്ചിട്ട് അപ്പൊ ഗോ വിത്ത് ദ മാർക്കറ്റ്, ഡോണ്ട് ഫൈറ്റ് അഗൈൻസ്റ്റ് വിത്ത് ദ മാർക്കറ്റ്. ആ ഒരു കൺസെപ്റ്റ് വേണം മാർക്കറ്റിൽ എപ്പോഴും. ഒരിക്കലും മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്, യു വിൽ ഫെയിൽ. ഒരു സംശയം വയ്ക്കേണ്ട, യു വിൽ ഫെയിൽ. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല മാർക്കറ്റ്. മാർക്കറ്റ് എന്ത് പറയുന്നോ നമ്മൾ അനുസരിക്കാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് മാർക്കറ്റ് സുപ്രീം, മാർക്കറ്റാണ് സുപ്രീം. അതിനായിട്ട് ഒരിക്കലും കോമ്പറ്റ് ചെയ്യാൻ പോകരുത്, നമുക്ക് കൊണ്ട് ജയിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് ട്രെൻഡ്. നമ്മൾ എങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കുന്ന മാർക്കറ്റിന്റെ 20-50 EMA ബേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്രോസ് ഓവർ എപ്പോഴാണെന്നത്, അതിന്റെ ക്രോസ് ഓവർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേണോ. ഇപ്പം അതിലിപ്പോൾ വേറെ കാര്യം പറഞ്ഞാൽ ഏത് ദിവസം എടുത്താലും എനി ഗിവൺ ഡേ യു ടേക്ക് ഇറ്റ്, മാർക്കറ്റ് 20 EMA ടച്ച് ചെയ്യാതെ പോവില്ല. അപ്പൊ മാർക്കറ്റ് 20 EMA മേളിലാണ് പോയിട്ട് മേളിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിലും അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം മാർക്കറ്റ് 20 EMA വരെ മുട്ടും. ഡെയിലി ഏത് ടൈം ഫ്രെയിം? അത് ഞാൻ പറഞ്ഞ 5 മിനിറ്റ്സിലെ കാര്യം, എല്ലാം 5 മിനിറ്റ്സിലെ കാര്യം. ഞാൻ ഫുള്ളി ഫോളോ ചെയ്യുന്ന 5 മിനിറ്റ്സ്. അപ്പൊ 5 മിനിറ്റ്സിൽ 20 EMA ഒന്ന് ടച്ച് ചെയ്യും. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാനാണ് സാധ്യത. ഒരു ജസ്റ്റ് ഒരു സ്കാൽപ്പർക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടാൻ സാധ്യത. അല്ലെങ്കിൽ ആ ക്യാൻഡിൽ തന്നെ അടിച്ചും കൂടെ താഴേക്ക് പോകണം. അതിനുശേഷം ചിലപ്പം 1-2 മണിക്കൂറോ ചിലപ്പം അത് 20 EMA പിന്നെ കണ്ടിട്ടില്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ പോയി കിസ് ചെയ്തിട്ട് വരും. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് 20 EMA എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അല്ല. 20 EMA മാർക്കറ്റിന്റെ ഒപ്പം മൂവ് ചെയ്തോണ്ടിരിക്കുന്ന മാർക്കറ്റ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. ബട്ട് വി ഹാവ് നമ്മൾ എടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ മേളിൽ കയറി സീ എടുക്കരുന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും 20 EMA ഇപ്പം 20 EMA മേളിലാണ് ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് അവിടെ നിന്ന് അങ്ങനെ തന്നെ കയറി പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ അത് 20 EMA ഒന്ന് റീട്രേസ് ചെയ്യും. 20 EMA റീട്രേസ് ചെയ്യും. മാർക്കറ്റിന് ഒരു ദിവസം 20 EMA ആയിട്ട് മീറ്റ് ചെയ്യാതെ ഇത് സാറി പറയുമ്പോൾ ഞാൻ സ്റ്റുഡൻസിന് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ മൂവിങ് ആവറേജസിൻ്റെ ബിഹേവിയർ ഞാൻ അവർക്ക് കുറച്ചും കൂടി ലീഡിങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് 20 and 5 മൂവിങ് ആവറേജസ് ബേസിസിലാണ് ഞാൻ അവർക്ക് പറയുക. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ്. 3 പേരുണ്ടാവും, 50, 20 and 5 day moving average, and 50 is the father. And that's called the father of all EMAs. And 20 is the mother and 5 is the kid. അപ്പോൾ അതിൽ കിഡ് അമ്മയിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഒരു ദൂരെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഓൾ ടൈം മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ. അപ്പോൾ ഈ പറഞ്ഞ് അവർക്ക് എളുപ്പത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പോയിന്റ് അവിടെയാണ്. അപ്പോൾ പ്രൈസാണ് ശരിക്കും 5 EMA അല്ല, പ്രൈസാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞായിട്ട്. അപ്പോൾ കുഞ്ഞ് ഈ പ്രൈസിന് മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ 5ന് മുകളിലേക്ക് ഗ്യാപ്പ് ഉണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ 100% സർ ആസ് യു സെഡ് ഇറ്റ് വിൽ ഫസ്റ്റ് ടച്ച് 5 then come to 20. ഞാൻ അതിന്റെ 5 അല്ല, ഞാൻ 13 ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 13. ഓൾറൈറ്റ് 2 വീക്സിന്റെ 13 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. 13 EMA ആണ്. അത് ഞാൻ ബേസിക്കലി ഇൻട്രാഡേ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് മറ്റേതായിട്ട് മിക്സ് ചെയ്യുന്നില്ല. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് എടുത്ത് പോകും. അതായത് നമ്മൾ 1-2 കാര്യങ്ങൾ അത് മാർക്കറ്റ് തുടങ്ങി 20 EMA 50 EMA മേളിലേക്ക് തന്നെ പോകണമെന്ന് വിചാരിക്കുക. 20 EMA മേളിലും 50 EMA താഴെ. മാർക്കറ്റ് ഒരു 2 പ്രാവശ്യത്തിൽ കൂടുതൽ അവിടെ 20 EMA വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും 20 EMA ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാതെ ഒരു ഷോർട്ട് ട്രേഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ കൂടി പാടില്ല. കാര്യം that means that day 20 EMA will be the supporting factor for the market.
സാർ 100% ശരിയാണ് സാർ. ഈ പറയുന്ന 50 and 20 എന്ന് പറയുന്നത് യു മൈറ്റ് ഹിയർഡ് അബൌട്ട് ടർട്ടിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. അതിലൊരു വൺ ഓഫ് ദി സ്ട്രാറ്റജിയാണ് 50 and 20 മൂവിങ് ആവറേജ് ക്രോസ് ഓവറിലും. ദെൻ എബോവ് ഓൾവേസ് ഈ 20 എബോവ് 50 ദെൻ ഇറ്റ് വിൽ ബി ട്രെൻഡിങ് തന്നെയാണ്. അഗൈൻസ്റ്റ് വൈസ് വേഴ്സ ഇറ്റ് കംസ് ഡൗൺ ഓൾസോ ഇറ്റ് ഇസ് വൈസ് വേഴ്സ. അത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എനിക്ക് ഓപ്ഷൻ ഒരു സ്ട്രാറ്റജി മാത്രമല്ല, 6 സൈഡ് ഡൈവേർജൻസ് മാത്രമല്ല, അതിൽ മറ്റൊന്നാണ് ഈ ക്രോസ് ഓവർ സ്ട്രാറ്റജി. അത് 20 EMA 20-50 EMA ക്രോസ് ഓവേഴ്സ് വന്നു കഴിയുമ്പോൾ ഉള്ള സ്ട്രാറ്റജി. അത് ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ മാതിരി ക്രോസ് ഓവർ വരുമ്പോൾ ഇപ്പം 20 EMA 50 EMA താഴേക്ക് വന്നു അവിടെ പോയിട്ട് പി എടുക്കാന്നല്ല. അങ്ങനെ വന്നാൽ എന്ത് വന്നാലും ഒരിക്കൽ പോയിട്ട് ഈ പ്രൈസ് പോയിട്ട് 20 EMA പോയി ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് റിജക്ഷൻ കിട്ടുമ്പോൾ അവിടെ, അതായത് സെൽ ഓൺ റൈസ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ അവിടെ പോവാറ്. അത് ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ്. കാര്യം എനിക്ക് എപ്പോഴും ഒരു പി എടുക്കുമ്പോൾ അന്നത്തെ ദിവസം അതിൻ്റെ താഴേക്ക് ട്രേഡ് നടന്നിട്ടുണ്ടാവണം ക്യാൻഡിൽ ഉണ്ടായിരിക്കണം. അതായത് എനിക്ക് ഞാൻ പറഞ്ഞത് സ്കാൽപ്പർ എന്നുള്ള രീതിയിൽ 10 to 20 ആണ് എൻ്റെ ഒരു ട്രേഡിൻ്റെ ഒരു ആവറേജ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. സോ പറഞ്ഞ ട്രേഡ് ഞാൻ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു 520 എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 10 to 20 ആണ് എൻ്റെ ഈ പറഞ്ഞ മാതിരി ഒരു ടാർഗറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു 20 സ്പോട്ടിൽ ഒരു 20 to 40 പോയിന്റ്സ് മൂവ് ചെയ്യും എന്നുള്ള ബേസിലാണ് ഞാൻ എപ്പോഴും ട്രേഡിലേക്ക് എൻട്രി. പ്രീമിയം വൈസ് സാർ അതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്ര രൂപ കയറിയാൽ, ഐ മീൻ സ്ട്രൈക്ക് പ്രൈസിന്റെ പ്രീമിയം ബേസിസിലാണെങ്കിൽ മാക്സിമം എത്ര വരെ സാർ? അതാണ് ഞാൻ പറഞ്ഞത്, പ്രീമിയം ആണ് ഞാൻ പറഞ്ഞത് 10 to 20 rupees. ഞാൻ പറഞ്ഞ മറ്റേ സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗ്യാപ്പ് വേണം, 20 to 40 പോയിന്റ്സിന്റെ ഗ്യാപ്പ് കിട്ടണം. ട്രേഡ് എടുക്കുക, അതായത് ട്രേഡ് എടുക്കുന്നത് പ്രീമിയം ചാർട്ട് നോക്കിയിട്ടല്ല, ട്രേഡ് എടുക്കുന്നത് സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടാണ്. അപ്പൊ എനിക്കൊരു പി എടുക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എവിടെ നിന്ന് എടുക്കുന്നോ അതിന്റെ താഴേക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ് ലെഗ് ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം. അതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം. കാര്യം ഡേ ലോ ഇസ് മൈ ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പം പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഒരു 20 പോയിന്റ് മിനിമം എങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഞാൻ എവിടെ നിന്ന് എടുക്കുന്നു. അപ്പൊ സെൽ ഓൺ റൈസ് ആണ്, ഞാൻ ഒരിക്കലും പോയിട്ട് താഴെ നിന്ന് സെല്ല് ചെയ്യില്ല. ഐ വെയിറ്റ് ഫോർ എ സെൽ. അപ്പൊ ഈ ക്രോസ് ഓവർ വന്നു കഴിയുമ്പോഴും 20-50 ക്രോസ് ഓവർ വന്നു കഴിയുമ്പോഴും ഐ വെയിറ്റ് ഫോർ ദാറ്റ് പ്രൈസ് ക്യാൻഡിൽസ് ടു റീടെസ്റ്റ് ദാറ്റ് 20 EMA അല്ലെങ്കിൽ 50 EMA ഇൻ ബിറ്റ്വീൻ വൺസ് പോസ്റ്റ് ഡൗൺഫോൾ തിരിച്ചൊരു റീട്രേസ്മെന്റ് കൊടുത്തിരിക്കണം. അല്ല, വന്നതിന് ശേഷം മാത്രമേ അപ്പൊ ആ താഴേക്ക് വന്നത് അറ്റ്ലീസ്റ്റ് ഒരു 20 പോയിന്റെങ്കിലും മിനിമം ഉണ്ടായിരുന്നിരിക്കണം. ആ ക്രോസ് ഓവർ വന്നതിന് ശേഷം ഞാൻ 50 EMA എവിടെയാണോ അതിൽ നിന്നൊരു 20 പോയിന്റെങ്കിലും മാർക്കറ്റ് താഴെ ഇതിനും ആ ദിവസം അതിനുമുമ്പ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിഫറൻസ് ഓൾറെഡി ദ സെയിം ഡേയ്സ് ലോ എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് 20 പോയിന്റ്സ് ഉണ്ടാവും. ആ ഹൈയിൽ നിന്ന് മാത്രമേ സാർ പിയിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ അതായത് നമ്മൾ ഈ ക്രോസ് ഓവർ ട്രേഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോൾ നിഫ്റ്റി 20-50 ഫസ്റ്റ് ടൈം തന്നെ അങ്ങനെയല്ല, അങ്ങനെ എൻട്രി ചെയ്യരുത്. ബിക്കോസ് യു ആർ ഇൻക്രീസിങ് യുവർ റിസ്ക് ആൻഡ് ലിമിറ്റിംഗ് യുവർ റിവാർഡ്. അത് റിസ്ക് കൂട്ടുകയും റിവാർഡ് ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചോളം. പ്രീവിയസ് ഡേ ഹൈ എന്ന് നമ്മൾ പറയും, PDL PDH നമ്മൾ എപ്പോഴും പറയും. ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഒരു മാർക്കറ്റിന്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അതുപോലത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് ഡേ ഹൈ ആൻഡ് ഡേ ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഞാൻ കണ്ടെടുത്തോളം എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഏറ്റവും കൂടുതൽ വരുന്ന മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകും. ഐ നെവർ ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ ഒരിക്കലും അത് ബിലീവ് ചെയ്യില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. അതായത് ഏറ്റവും താഴെ പോയിട്ട് അതിൻ്റെ ഡേ ലോ പൊട്ടലും അവിടുന്ന് PM എടുക്കും, ഇപ്പൊ അതെല്ലാം കൂടി വരും എന്ന് പറഞ്ഞിട്ട്. അതാണ് ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് പറയുന്നത്. ഒരു കാരണം നിങ്ങൾ എപ്പോൾ മാർക്കറ്റ് എടുത്ത് നോക്കിയോ ഇതിന് മുമ്പുണ്ടായ കറക്റ്റ് ഡേ ലോന്ന് ഒരിക്കലും അവർ മുകളിലേക്ക് എടുത്തുകൊണ്ട് പോകില്ല. അവരൊന്ന് താഴ്ത്തി കൊണ്ടുവരും. ആരെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഹേവിയർ അതാണ്, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇവരെന്ത് ചെയ്യും, ഡേ ലോമ്പ് ഒരു വര അങ്ങോട്ട് വരച്ചിടും, അതിന്റെ താഴെ മാർക്കറ്റ് വരലും അവിടെ നിന്ന് ഒറ്റ എടുക്കലാണ് PE എടുക്കുന്നത്. അത് തെറ്റാണ്. അപ്പൊ ഇപ്പൊ അതിന് കാരണം പറഞ്ഞു വെച്ചാൽ നമ്മള് ഏത് ലെവലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ലെവലിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ആ ക്യാൻഡിൽ എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അതിപ്പോൾ സെൽ ഓൺ റൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി മാർക്കറ്റ് താഴേക്ക് വന്നു, ക്രോസ് ഓവർ സംഭവിച്ചു, മാർക്കറ്റ് താഴേക്ക് വന്നു, ഒരു 50 പോയിന്റ് താഴേക്ക് വന്നു എന്ന് വിചാരിക്കാം. അത് തിരിച്ച് എനിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ മാർക്കറ്റ് തിരിച്ച് റീട്രേസ്മെന്റ് പോകുന്നു,
ഇൻഡെക്സ് ആണ്. താഴേക്ക് വന്നാലും റീട്രേസ്മെന്റ് മേലിലേക്ക് പോവും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ താഴേക്ക് വന്നാൽ എപ്പോൾ പോകും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻഡെക്സ് അങ്ങനെയല്ല. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് റീട്രേസ്മെന്റ്. ഇപ്പൊ അത് അതിനെ വിളിക്കുന്ന പല ചില സമയത്ത് നമ്മൾ വിളിക്കുന്ന പേര് ഡിപെൻഡ്സ് അപ്പോൺ ദ ഇന്റൻസിറ്റി ചിലപ്പോൾ കൂടിയും കുറഞ്ഞിരിക്കുന്നതും. ബട്ട് ഡെഫിനറ്റ്ലി ആസ് യു സേ ഇൻ ലോവർ ടൈം ഫ്രെയിം, എസ്പെഷ്യലി ലോവർ ടൈം ഫ്രെയിം 101% മാർക്കറ്റ് ആ റീട്രേസ് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ നമ്മൾ വേണം. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത്. തിരിച്ചു പോവുക, തിരിച്ചു പോയിട്ട് അവിടെ 20 EMA പോയി ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ പോയിട്ട് ആ ക്യാൻഡിൽ എങ്ങനെ ബിഹേവ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ. കാരണം ഒന്നില്ലെങ്കിൽ 20 EMA മുട്ടിയിട്ട് റിജക്ട് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 50 EMA മുട്ടിയിട്ട് റിജക്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ട്രേഡിനെ കൊണ്ട് ചെയ്യുക. പക്ഷെ നമുക്ക് അവിടെ ഒരു ട്രേഡബിൾ ബെയറിഷ് ക്യാൻഡിൽ കിട്ടണം, അല്ലെങ്കിൽ പാറ്റേൺ കിട്ടണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. മോസ്റ്റ്ലി വി ഹോപ്പ് ഇറ്റ് ഈസ് പോസിബിൾ ഓൺ അത്ര അൾട്രാ ലോ സൈഡ് വേസ് പൊസിഷനിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഒരു ട്രേഡ് കിട്ടും. അങ്ങനെ വന്നതിന് ശേഷം നമുക്കൊരു ട്രേഡ് കിട്ടും, ഒരു 50 EMA എന്ന റിജക്ഷൻ കിട്ടും. അല്ലെങ്കിൽ 20, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഒരു 20 പോയിന്റ്സ് അല്ലെങ്കിൽ 40 പോയിന്റ്സ് സ്പോട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐ ആം ഹാപ്പി. കാര്യം എനിക്കുള്ള ട്രേഡ് അവിടെ കിട്ടി. അപ്പം ഞാൻ നോക്കുന്നത് അവിടെ പോയിട്ട് എങ്ങനെ ചെയ്യും. പക്ഷെ ആൾക്കാരെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം എനിക്കും ലെവൽ പറയുമ്പോൾ പേടിയാണ്. കാര്യം നമ്മൾ ലെവൽ പറയുമ്പോൾ അത്ര കോൺഫിഡൻസോടുകൂടി അവർ ആ ലെവലിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ പോയിട്ട് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെയല്ല ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കണം. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് മാത്രമല്ല, ആ ക്യാൻഡിൽ റൺ ചെയ്യുമ്പോൾ ആ 5 മിനിറ്റ്സിൽ ക്യാൻഡിൽ എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ണെടുക്കാതെ നോക്കി നിൽക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും സെല്ലിംഗ് പ്രഷറാണോ ബൈയിങ് പ്രഷറാണോ അവിടെ ക്രിയേറ്റഡ് ആവണം എന്നുള്ളത്. ക്യാൻഡിൽ അവസാനം ഫോം ചെയ്യുന്നത് അവസാനത്തെ ഒരു 10 സെക്കൻഡ് മതി ക്യാൻഡിലെ ആ ഒരു സ്ട്രക്ചർ മാറാനായിട്ട്. പക്ഷെ നമ്മളത് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സെല്ലിംഗ് പ്രഷർ ആണോ കൂടുതൽ വരുന്ന അതോ ബൈയിങ് പ്രഷർ. അപ്പോൾ അത് മോണിറ്റർ ചെയ്യാൻ നമ്മൾ പറ്റും. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതിലേക്ക് നോക്കിക്കണ്ട. നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ നോക്കുക, ആ 5 മിനിറ്റ്സ് നമ്മൾ കണ്ണെടുക്കാതെ നോക്കുക ആ ക്യാൻഡിലിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ലെവൽസ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ലെവൽസ് റെസ്പെക്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ എൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ വന്നു, ആ ലെവലിന്റെ മേളിലേക്ക് മാർക്കറ്റ് പോയി, ആ ലെവലിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ പോയി ട്രേഡ് എടുക്കാന്നുള്ളതല്ല രീതി. ഓക്കെ, അതായത് ഇപ്പം അത് ഏറ്റവും മേളിലാണെന്നുണ്ടെങ്കിൽ, അന്നത്തെ ഡേ ഹൈയിലാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ മാതിരി ആ ലെവലിന്റെ മുകളിൽ നിന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് 20 പോയിന്റെങ്കിലും മേളിൽ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് വേണം ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. അതും അല്ല, അപ്പൊ അതിന്റെ മുമ്പ് ആ ലെവലിന്റെ മേളിൽ വേറെ ട്രേഡ് നടന്നിട്ടുണ്ട്, ഇതിന് മുമ്പും അത്യാവശ്യം മുകളിലേക്ക് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മേളിൽ നിന്നാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. ഈ ലെവലിന്റെ മേളിൽ പോയി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, അതിനുശേഷം ഈ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. കാര്യം നമ്മൾ ഈ ലെവൽ വരയ്ക്കുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടാണ്. ഈ ലെവലിന്റെ താഴെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഇത് റെസിസ്റ്റൻസ് ആണ്. നമ്മളാ കാണുന്നുള്ളൂ ഇത് റെസിസ്റ്റൻസ് ആണെന്ന്, നമ്മളാണ് വരച്ചിട്ടുള്ളത്, വേറെ ആരും ഇത് കാണുന്നില്ല. അപ്പൊ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് ആയിട്ടുണ്ടോ, ഇനി അത് റെസിസ്റ്റൻസ് തന്നെ ആയിരുന്നോ എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് വേണം നമ്മളവിടെ ട്രേഡിലേക്ക് പോകാനായിട്ട്. ആ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കാണിക്കണം. അപ്പൊ നമ്മളിത് പ്രിപ്പയർ ചെയ്യണം. അതായത് നാളത്തേക്കുള്ളത് ഇന്ന് രാത്രി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ പ്രിപ്പയർ ചെയ്ത സാധനം വരുന്നുണ്ട് എന്ന് വരെയും അല്ലെങ്കിൽ വരുന്നത് വരെയും നോക്കിയിരിക്കാനുള്ള ക്ഷമ കൂടി നമ്മൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും മതി. പിന്നെ ഒരു നല്ല പ്രീ മാർക്കറ്റ് വീഡിയോ കാണുന്നതിലും ഐ മീൻ അത്യാവശ്യം ഒരു ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നല്ല നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാർ പ്രീ മാർക്കറ്റ് വീഡിയോ കാണുന്നത് നല്ലതല്ലേ? ഇപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന നാളത്തേക്കുള്ള കാര്യങ്ങൾ റെഡി കറക്റ്റ് ആണോ എന്നുള്ളത് അവർ ഒന്ന് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അത് അത്യാവശ്യം നമുക്ക് അതൊരു യൂഷ്വൽ പ്രാക്ടീസ് ആകുന്നു. ഇപ്പം ഡെയിലി മോർണിംഗ് ന്യൂസ് പേപ്പർ വായിക്കുന്നത് മാതിരി ഒരു ട്രേഡറിനെ പല ബ്രോക്കേഴ്സ് ധന ഉൾപ്പെടെയുള്ള ബ്രോക്കേഴ്സിൽ പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ന്യൂസ് പോലെ സെഗ്മെന്റ് ഉണ്ട്. അതേമാതിരി ഒരുപാട് യൂട്യൂബിൽ വേറെ ഒരുപാട് വീഡിയോസും വരാറുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് ശീലിക്കുക. ആദ്യമേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ശീലിച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇത് നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ള 1-2 വീഡിയോ എടുത്തിട്ട് നോക്കാം, നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തതൊക്കെ തന്നെയാണോ അത് വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ കോൺഫിഡൻസ്. അത് മാത്രമല്ല ഒരു ഗ്ലോബൽ അവയർനെസ് കിട്ടും. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ ഒരു പൊതുവായ അറിയാത്ത കാര്യങ്ങൾ പലതും നടന്നു വരും. നമുക്ക് എല്ലാം ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കൊരു സാർ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും എല്ലാവർക്കും ഈ നൈറ്റ് ഒരു 2 hours 1 hour പോലും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് വരാം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, അതിന് മുമ്പത്തെ ദിവസം ഒരു കല്ലെടുത്ത മാതിരി വീണു എന്നുള്ള കാര്യം നമ്മള് തുടക്കത്തില് നമ്മള് ലാസ്റ്റ് തലേ ദിവസത്തെ ചാർട്ടിൻ്റെ അകത്ത്
അതിന്റെ പിറ്റേ ദിവസം ഒരു ഗ്ലോബൽ ഇവന്റ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം ഒരു ഗ്ലോബൽ, ഈ ഗ്ലോബൽ ഇവന്റ് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അത് ക്രിയേറ്റഡ് ആയിട്ടുള്ള. പക്ഷെ നമ്മളറിയില്ല. എക്സാക്ട്ലി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റലിജൻസ് അത്രമാത്രമാണ്. പക്ഷെ ബില്യൺസ് ആയിട്ടാണ് അവർ നമ്മളെ മാറി അല്ലല്ലോ അവർ ചെയ്യുന്നത്. അവർക്ക് തന്നെ അതേ ബില്യൺസിൽ കുറച്ച് മില്യൺസിനോ അല്ല, അതും മില്യൺസ് പോലും വേണ്ടല്ലോ, കുറച്ച് മാനിപ്പുലേഷൻ നടത്താൻ സോഷ്യൽ മീഡിയാസിലും അല്ലെങ്കിൽ ഈ പിന്നെ ഫിനാൻഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക്. സർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതേലും ഒരു ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ് എന്ന ഒരു സിനാരിയോയിലാണെങ്കിൽ നമ്മൾ കാണുന്ന ന്യൂസസിലെല്ലാം ഈവൻ എനി വേൾഡിൽ തന്നെ എന്ത് ഇവന്റ് ഉണ്ടെങ്കിലും അതിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും നമുക്ക് ന്യൂസ് വരിക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഞാനത് പല സ്റ്റുഡൻസിനോടും എല്ലാവരോടും ഷെയർ ചെയ്യുന്ന വിഷയം കൂടിയാണ്. ഇതേ സ്ഥാനത്ത് മാർക്കറ്റ് ബെയറിഷ് മോഡിലാണെങ്കിൽ ഇനി എന്ത് തന്നെ നല്ല ന്യൂസ് ആണെങ്കിലും അതിനെ ചാലിച്ച് എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഇറ്റ് വിൽ സീംസ് ലൈക്ക് എ നെഗറ്റീവ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. കുറച്ച് നാൾ മുമ്പ് ഫെഡ് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഫെഡ് എന്താ പറയാ കുറച്ച് നാൾ മുമ്പ്, ഇപ്പോഴൊന്നല്ല, കൂടെ കഴിഞ്ഞ സമയത്ത് അന്ന് ഫെഡ് റേറ്റ് കുറക്കുക എന്നുള്ളത് എപ്പോഴും ഒരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്. 100%. അപ്പം ഒരിക്കൽ ഇതുപോലെ ഫെഡ് റേറ്റ് കുറച്ചു. ഇപ്പൊ രാത്രിയാണ് നമ്മൾ അറിയുന്ന ഫെഡ് റേറ്റ് കുറച്ചത്. പക്ഷെ എനിക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നി മാർക്കറ്റ് വിൽ ബി നെഗറ്റീവ്, വിൽ ബി കൺസിഡറിങ് ദിസ് ആസ് എ നെഗറ്റീവ് എന്നുള്ള കാര്യം. മോർ ദാൻ എക്സ്പെക്റ്റഡ് ആണ് കുറച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ദേ വെയർ എൻജോയിങ് ലൈക്ക് എന്താ പറയാ, ലൈക്ക് ഫെഡ് റേറ്റ് കുറച്ചു, മാർക്കറ്റ് ഇസ് ഗോയിങ് ടു ബൂം, ആ ഒരു കൺസെപ്റ്റാണ്. പക്ഷെ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ പറഞ്ഞത് ലൈക്ക് എന്താ പറയാ, ഇത് മാർക്കറ്റ് നെഗറ്റീവ്. കാര്യം മാർക്കറ്റ് ചിന്തിക്കുന്ന രീതി ചിലപ്പോൾ നാളെ വേറെ ആയിരുന്നെങ്കിലോ, അത് എനിക്ക് തോന്നിയതാണ്. ഞാൻ ഒരു ടെക്നിക്കാലിറ്റിയും അല്ല അതിൽ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു സഡൻ ആയിട്ട് ഒരു ഫെഡ് റേറ്റ് കുറക്കണം. ഏത് ഇയറാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. സഡൻ ആയിട്ട് ഒരു ഫെഡ് റേറ്റ് കുറക്കണം, ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ റേറ്റ് കുറയ്ക്കുമ്പോൾ എന്തോ ഒരു എക്കണോമിക് പ്രശ്നം വന്നിട്ടല്ലേ ഈ റേറ്റ് കുറച്ചത്. ആ എക്കണോമിക് പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അറിയേണ്ടവർ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ. അല്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് പോയിട്ട് ഫെഡ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് റേറ്റ് കുറയ്ക്കില്ല. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത് മാത്രമല്ല, ഇപ്പൊ സർ ഫെഡ് റേറ്റിന് പഴയ മാതിരി അല്ല. ഇപ്പം നമുക്ക് ഫെഡ് റേറ്റ് കുറഞ്ഞാലും കൂടിയാലും അതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റ് മോസ്റ്റ്ലി നേരത്തെ തന്നെ ഫാക്ടറിനാവുകയാണ്. ഈവൻ RBI നമ്മുടെ MPC മീറ്റിങ്ങിൻ്റെ റിസൾട്ട്സ് പോലും ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിയിലും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ഓൾമോസ്റ്റ് ഷെയർ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു അത് എന്താണോ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ മോർ ദാൻ 70 to 80% ഓൾറെഡി ഫാക്ടർഡ് ഇൻ എന്നുള്ള സാഹചര്യത്തിൽ പോകുന്നുണ്ട്. സാർ ഈ പറയുന്നൊരു പോയിന്റ് കറക്റ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോലും അത് തിരിച്ചു വരാൻ പോകുന്ന നെഗറ്റീവ് ആസ്പെക്റ്റിലാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. അതാണ് പറഞ്ഞത്, നമ്മൾ എപ്പോഴും എല്ലാം മനസ്സിലാക്കുക. കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറിവ് പരിമിതമാണ്. പക്ഷേ ഇത് അറിയാവുന്നത്, ഇത് അറിയേണ്ടവർ സമയാസമയത്ത് കാര്യങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ അവരെ ആയിട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്നൊരു ഇത് എന്താ പറയാ, ഒരു സ്റ്റോക്കിൽ പെട്ടെന്ന് ഒരു മൂവ്മെന്റ് ക്രിയേറ്റഡ് ആവും. നമ്മൾ അതിൽ പോയി ചാടി കയറും. പക്ഷേ അതിന്റെ കറക്റ്റ് എന്താണെന്നുള്ള അറിയാം. കാര്യം ചില സ്റ്റോക്കിൻ്റെ വരുന്ന ന്യൂസ് കേട്ടാൽ നമുക്ക് തോന്നും അത് പോസിറ്റീവ് ആണെന്ന്. പക്ഷെ ആക്ച്വൽ സ്റ്റഡി ഇപ്പോൾ ചില സ്റ്റോക്കുകളുടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും റിസൾട്ട് ഡേറ്റ് അന്ന് പെട്ടെന്ന് ഒരൊറ്റ കയറ്റം അങ്ങോട്ട് കയറും. പ്രത്യേകിച്ച് ബാങ്കിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ കയറ്റം അങ്ങോട്ട് കയറും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്ന ഹെഡിങ് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇപ്പം SBI ആണെങ്കിൽ SBI's QOQ പ്രോഫിറ്റ് ഹാസ് ബീൻ ഇൻക്രീസ് ബൈ 80% എന്നും പറഞ്ഞായിരിക്കും ഹെഡിങ് ഉണ്ടാവുക. ഒറ്റ കയറ്റമായിരിക്കും അങ്ങോട്ട് കയറുന്നത്. അതിന്റെ താഴേക്ക് നോക്കുമ്പോഴായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് വൺ ടൈം ഇതുണ്ടായിട്ടുണ്ട്, വൺ ടൈം ഇൻകം ഉണ്ടായിട്ടുണ്ട്. സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ബീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഓർ സംതിങ് ഈസ് ദേർ. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചാടി കയറാൻ. ഇതെന്ന് വെച്ചാൽ ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ കയറുമ്പോൾ ഉദാഹരണം റീസെന്റ് ലാസ്റ്റ് Q3 നമ്മുടെ ഡിക്സൺ ടെക്നോളജീസ് കഴിഞ്ഞ Q2 ആൻഡ് Q3 വാസ് ഫാന്റാസ്റ്റിക് റിസൾട്ട് ആക്ച്വലി. ബട്ട് സ്റ്റിൽ സ്റ്റോക്ക് ഈസ് അണ്ടർ ഡൗൺ ട്രെൻഡ്. എന്താണെന്നറിയോ, അതിൽ ഞാൻ 4 ന്യൂസ് വായിച്ചു. 4
പേര് പറയുന്നില്ല, സോഷ്യൽ മീഡിയ മേജർ ന്യൂസ്, അതിൽ ഒരു ആർട്ടിക്കിൾ, ആ ഒരു നല്ല പെർഫോമൻസ് ആണ് അതിൻ്റെ EPSലാണേലും ശരി, ഗ്രോത്തിലാണേലും ശരി. ഓബ്വിയസ്ലി സെയിൽസിൽ അല്പം ഡ്രോപ്പ് വന്നു ബിക്കോസ് ഓഫ് സർട്ടൻ ഈ ടാരിഫ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ളത് സെയിൽസിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ അതൊരു റിപ്പോർട്ടിന് അതായത് അത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ആ ഒരു കമ്പനിയുടെ ആ റിസൾട്ടിനെ എങ്ങനെയൊക്കെ മോശപ്പെടുത്തി പക്ഷേ ഇപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ഒരുപാട് അങ്ങോട്ട് ചീത്ത പറയുക, എന്നിട്ട് ഇതെല്ലാം അദ്ദേഹം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കാര്യം. ഈ ഒരു ആംഗിളിലാണ് മാർക്ക്. പക്ഷേ ഈ പറയുന്നതൊക്കെ ഈ അവസാനം അദ്ദേഹം പറഞ്ഞതാണെന്നുള്ളത് ലാസ്റ്റ് പോയിന്റ് വരുള്ളൂ. സോ ഇനീഷ്യൽ ഹെഡർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും വായിക്കുന്നു. നോബഡി വിൽ ഹാവ് ദാറ്റ് മച്ച് പേഷ്യൻസ് ടു ഗോ ഓൺ ടു ദാറ്റ് ലെവൽ. സോ ഇതൊക്കെ ഇതൊരു ഫാക്റ്റാണ്. പക്ഷേ എന്നാൽ കറക്റ്റായിട്ടുള്ള ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഒരു മീഡിയയെ നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ ബയാസ്ഡ് ആണെന്ന് ചിലപ്പോൾ ഇനിയൊരാൾ ആരോപിച്ചേക്കാം. ബട്ട് ദ സെയിം ടൈം അതിനോടൊപ്പം തന്നെ അതിനെ കമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് 4 മീഡിയാസും ദേ ഹാഡ് റിട്ടൺ വെൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1:3 ഇപ്പുറത്ത് നിൽക്കുവാണ് 3 പേരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ബയാസ്ഡ് എന്നല്ലേ അർത്ഥം. ആ ബയാസിന്റെ പിന്നിൽ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ. ദാറ്റ് ഈസ് കോൾഡ് ദി മാനിപ്പുലേഷൻ. ദാറ്റ് ഇസ് മൈ വ്യൂ. അതാണെന്നല്ല ഞാൻ പറയുന്നത്. ആസ് എ ട്രേഡർ, ആസ് എ വിഷണർ എന്നുള്ള രീതി എൻ്റെ വ്യൂ ആണ് ഞാൻ സാറിനോട് പറയുന്നത്. എനിക്കുമുള്ള അനുഭവത്തെ പറ്റി. ഈ സ്റ്റോക്കിന്റെ പ്രൈസ് പ്രത്യേകിച്ച് ഈ റിസൾട്ട് ബേസ് ചെയ്തൊക്കെ അത് പക്ക മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പല അനാലിസിസ് ഏജൻസീസ് ഉണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞ പ്രൈസിന്റെ ചില ഇപ്പൊ ട്രെൻഡിന്റെ ഇപ്പൊ ഏറ്റവും അവസാനം വന്ന് ട്രെൻഡിന്റെ റിസൾട്ട് വന്ന ദിവസം ഭയങ്കര ടാർഗറ്റ് പ്രൈസസ് ഒക്കെയാണ് കൊടുത്തു കണ്ടത് പല ഇന്റർനാഷണൽ ഏജൻസീസും. പക്ഷെ മാർക്കറ്റ് വാസ് ജസ്റ്റ് ഗോയിങ് ദ അതർ വേ റൗണ്ട്. പക്ഷേ ഈ മാർക്കറ്റ് അതർ വേ റൗണ്ട് പോയിട്ട് തിരിച്ചൊരൊറ്റ പോക്കാണ് മുകളിലേക്ക് പോയത്. ഇറ്റ്സ് ഓൾ കുറച്ച് മാനിപ്പുലേഷൻ ഇല്ല എന്നൊന്നും പറഞ്ഞതിലൊന്നും അർത്ഥമില്ല. അത് നമ്മള് കണ്ണടച്ചിട്ടാക്കുന്നത് അത് ഇതൊരു ഭാഗമാണ്. അതൊരു ക്രൈം എന്നോ അല്ലെങ്കിൽ അതൊരു സ്കാം എന്നൊന്നും പറയാൻ പറ്റില്ല. പാർട്ട് ഓഫ് ദി മാർക്കറ്റ്. ഏത് ബിസിനസ് ആയാലും അതിന് അതിൻ്റെതായ ഇതുണ്ടാവും. അത് കണ്ടറിഞ്ഞ് നിന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ജംഗിളിന്റെ ഉള്ളിലാണ് നമ്മള്. വി ആർ ഓൾ റണ്ണിങ് ആഫ്റ്റർ സം ട്രഷർ ഹണ്ട്. അപ്പൊ ചുമ്മാ ഏത് ട്രഷർ ഹണ്ട് മൂവി എടുത്ത് നോക്കൂ, ഏതേലും നായകനെ ഫേവർ ചെയ്തിട്ട് മാത്രം പുറപ്പെടുന്ന നേരം മുതൽ നേരെ ഗോൾഡിന്റെ അടുക്ക എത്തുന്നത് വരെ there is no hurdle means there is no entertainment in it. മാർക്കറ്റും അത് തന്നെയാണ്. പക്ഷെ ആൾക്കാർ വരുന്നത് അത് അങ്ങനെയല്ല. ഈ പറയുന്നതിനകത്തുള്ള ഹഡിൽസ് ഇല്ല, അവരുടെ ഹഡിൽ കാണുന്നില്ല, കോരിയെടുക്കാം എന്നുള്ളത്. ഇപ്പൊ ഞാൻ പലരുടെ അടുത്തും ഇങ്ങനെയൊക്കെയാണ് പണി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു ലെവല് വരയ്ക്കാനായിട്ട് 2 hours എങ്കിലും എനിക്ക് എടുക്കും എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നു അത്രയൊക്കെ പണി എടുക്കും. പിന്നെ എന്താ വിചാരിച്ച ഇപ്പൊ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം പഠിച്ച് എത്ര വർഷം പ്രാക്ടീസ് ചെയ്താലേ അയാൾക്ക് ഡോക്ടർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആൾക്കാർ ഇന്ന് വന്ന നാളെ മുതൽ എല്ലാം കൂടി കിട്ടണം. അതൊരു വല്ലാത്തൊരു പോയിന്റാണ്. വലിയ പ്രോബ്ലം. എല്ലാവരും ഈവൻ സേ ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസ് ഗോയിങ് പേഴ്സൺ, സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, Day 1 to Day 30 വരെ ഹാർഡ് വർക്ക് ചെയ്യുവാണ്. മോർണിംഗ് ടിൽ ഈവനിങ് വരെ. രാവിലെ പോകുന്നത്, വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത്, ഈ ടൈം മുഴുവനും സ്പെൻഡ് ചെയ്യുന്നു. ബട്ട് ദേ ഡോണ്ട് ഈവൻ ബോദർ അബൌട്ട് ദെയർ എവറി ഡേ ഇൻകം. Right, but they will have a fixed sense in their mind. എന്താണ് every 30 days once only നമുക്ക് റവന്യൂ വരുന്നു. നമ്മുടെ എവല്യൂഷണറി തിയറി പറഞ്ഞ പോലെയാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും അത് പരിചിതപ്പെട്ടത് കൊണ്ട് പക്ഷേ അത് ഓക്കെയാണ്. ആഫ്റ്റർ 1 month ശേഷം അവരുടെ റിവാർഡ് നോക്കി. ഷെയർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ Day 1 onwards they should see their portfolio in green. അത് പറ്റാത്ത കാര്യങ്ങളല്ലേ. അല്ല, ഞാൻ ചോദിച്ചതിൽ ഞാൻ പറഞ്ഞത് സാറിന് ഈ റിലേഷൻ ഇത് ആ ഒരു സെൻസിൽ അവർ എടുക്കുന്നില്ല. ഇതൊരു ബിസിനസ് ആണ്. ഗവൺമെന്റ് ഓൾസോ നമുക്ക് തന്നിരിക്കുന്നത് ബിസിനസ് ഇൻകം ആയിട്ടാണ് ഇതിൽ നിന്ന് വരുന്ന വരുമാനത്തെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനെ പക്ഷെ ഇത് മാത്രം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ഒരു വ്യക്തി, ബേക്കറി തുടങ്ങുന്ന, അല്ലെ ഏത് ബിസിനസ് തുടങ്ങുന്ന വ്യക്തിക്കും തീർച്ചയായിട്ടും അവർക്ക് നല്ല ധാരണയുണ്ടാവും. ഇന്ന് 5 lakhs ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബിസിനസ്സായിട്ട് അവരതിനെപ്പറ്റി ബോധേഡ് പോലും ആകത്തില്ല. എൻ്റെ കയ്യിൽ
നിന്ന് ലോസ് ആയി പോയോ ഒന്നും ബോധേഡ് ആവത്തില്ല. അറൗണ്ട് 2 years 3 years ചിലപ്പോൾ 1 year എങ്കിലും എടുക്കും. ദേ വിൽ ഗെറ്റ് സ്റ്റാർട്ട് പിച്ചിങ് ഓൺ ഇറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 5 lakhs അതേ 5 lakhs ഇഫ് ഹി ഇൻവെസ്റ്റഡ് ഇൻ ഷെയർ മാർക്കറ്റ് ഒരു 10 lakhs 5 lakhs ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ വെരി ഫസ്റ്റ് മന്ത് ഓർ വെരി ഫസ്റ്റ് ഇയറിൽ ഇറ്റ്സെൽഫ് ദേ ഗെറ്റ് ദാറ്റ് മണി ബാക്ക്. അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. സി വി ഹാവ് ടു സ്പെൻഡ്. ഇപ്പോൾ ഏത് ബിസിനസ്സിലും നമ്മൾ ഒരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണം. ആ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് നമുക്ക് പോയിട്ടായിരിക്കും നമുക്ക് ഇൻകം വന്ന് തുടങ്ങുക. ഇപ്പം നമ്മളൊരു കട തുടങ്ങുകയാണെങ്കിൽ പോലും നമ്മളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത്. ഈ പിറ്റേ ദിവസം മുതൽ ആ കടയിൽ നിന്ന് ലാഭം എടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ അതിൽ നിന്ന് ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് പോയിട്ടായിരിക്കും നമുക്ക് പിന്നെ ഇൻകം. ഇതേപോലെ തന്നെ ഇതിനൊരു ലേണിംഗ് സ്റ്റേജ് ഉണ്ട്. ആ ലേണിംഗ് സ്റ്റേജിൽ ഇതേമാതിരിയുള്ള നമുക്ക് ലോസസ് വരും. ആ ലോസസ് ആക്സെപ്റ്റ്, ആ ലോസസ് എങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. ബേസിക്കലി പ്യുവർ റിസ്ക് മാനേജ്മെന്റ് ആണ്. ഇതിൽ വേറെ ഒന്നും വേണ്ട. റിസ്ക് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി ട്രേഡിങ്ങിൽ വിജയിച്ചു പോവാം. നമ്മളൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 6 ട്രേഡ് അല്ലെങ്കിൽ 5 ട്രേഡ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പോലും നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 പ്രോഫിറ്റ് ആകും. വെറുതെ പോയിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഇടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അതാകും. അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ കാണുമ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ടെൻഡൻസിയും റെഡ് കാണുമ്പോൾ ഹോൾഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും ആണ് ആൾക്കാർക്ക് കൂടുതൽ. ഇത് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. ഇത് മാറ്റിയെടുക്കാൻ ഇത് മാറില്ല. ഇത് നമുക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് അവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതൊരു ട്രേഡറും അതിന് എത്ര ചെറുതായിക്കോട്ടെ, കുഞ്ഞായിക്കോട്ടെ, വലുതായിക്കോട്ടെ, സ്റ്റാർട്ടിങ് ആസ് എ ബിഗിനർ ഡെഫിനറ്റ്ലി അവർ ലോസിൽ നിന്നിട്ടല്ലേ അവർക്ക് വരത്തുള്ളൂ. അപ്പോൾ സാർ ഒരു ബിഗിനറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോസ് ഫേസ് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും സാർ അവരെ അവർക്കൊരു പ്രചോദനം നൽകുന്ന ഒരു സന്ദേശവും കൂടി ഒന്ന് കൊടുത്ത് നമുക്ക് ടോപ്പിക്. അതായത് ലോസിൽ നിൽക്കുന്നവർക്കാണ്. മറ്റുള്ളവരെല്ലാവരും പ്രോഫിറ്റിലുള്ളവർക്കും എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നൊക്കെ അവർക്ക് ഒരുപാട് വീഡിയോസിൽ കണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ലോസിൽ നിൽക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റെ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. എന്ത് കാര്യം ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ്. പക്ഷെ അതിൽ സർവൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ എഫേർട്ട് എടുക്കണം. അപ്പം ലോസ് വന്നു, അത് വരാനുള്ളത് വന്നു. സോ വി ഹാവ് ഡൺ എ ബിസിനസ്. ഇപ്പം ഞാൻ ബിസിനസ് തുടങ്ങി. ഇപ്പം എനിക്ക് വിദേശത്തായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നത്. കൂടുതൽ വിദേശത്തായിരുന്നു. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങൾ. കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബിസിനസ് തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന്. സോ ഐ ലോസ്റ്റ് ഓൾമോസ്റ്റ് 5 CR ഡയറക്ട്ലി. ഓക്കെ, നമുക്ക് നിർത്തേണ്ടി വന്നു എന്ന് പറഞ്ഞ് എനിക്ക് കരഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ഐ ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. ഐ ഫൗണ്ട് എ ബയർ. എന്നിട്ട് എൻ്റെ ആ ലോസ് ഞാൻ ആദ്യം ലിമിറ്റ് ചെയ്തു. അതായത് എനിക്ക് നഷ്ടപ്പെട്ട കാശ് ഞാൻ ലിമിറ്റ് ചെയ്തു. അത് സെൽ ഓഫ് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ, ഇന്ത്യയിലെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വിദേശത്ത് ബിസിനസ് ചെയ്ത് ശീലിച്ച ഒരാൾക്ക് പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി ആദ്യത്തെ 1 വർഷം കൊണ്ട് തന്നെ. കാരണം നമുക്ക് ഇവിടെ പേപ്പർ ശരിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 4 മാസം എടുക്കും. എനിക്ക് അവിടെ 1 മണിക്കൂർ മതി. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നിർത്തി. നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അത് പറ്റുന്ന ഒരാൾക്ക് അത് വെക്കാൻ തീരുമാനിച്ചു. അവർ വാങ്ങിച്ചു. നമുക്ക് ആ ലോസ് നമ്മൾ ലിമിറ്റ് ചെയ്തു. ആൻഡ് ഐ മൂവ് ഫോർവേഡ് ഫ്രം ദാറ്റ്. ഞാൻ അതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിന് മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ എന്തുകൊണ്ടായിരിക്കണം എനിക്ക് ആ പറ്റാതെ പോയത്, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അതാണ്. അതായത് നമ്മൾ വിജയിച്ചവരിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. പക്ഷെ പരാജയപ്പെട്ടവരുടെ അടുത്തുനിന്ന് പഠിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെയുള്ളവർ നമ്മുടെ മെയിൻ ഫ്രെയിമിൽ ഇല്ല സർ. എല്ലാവരും വിജയത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നു. പക്ഷെ അതൊരു തിയറിയാണ്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം പഠനം വേണ്ടുന്നത് സാർ ഈ പരാജയപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്നാണ്. കാരണം അവർക്കാണ് പുതിയ വാതിലുകൾ തുറക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. കാര്യം എന്ന് വെച്ചാല് അത് എന്ത് ചെയ്തിരുന്നു, അതിൽ എന്തുകൊണ്ടാണ് അത് പരാജയപ്പെടാനുള്ള കാരണം നമ്മൾ കണ്ടു. ഞാനതാണ് പറഞ്ഞത്. 2008 മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയതും അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയതും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ 1.5 വർഷം മാറി നിന്ന് ഞാൻ എന്നെ അനലൈസ് ചെയ്യുകയാണ് ചെയ്തത്. എവിടെയാണ് എനിക്ക് തെറ്റിയത്? അപ്പം എനിക്ക് തെറ്റിയതിൽ ഒറ്റ കാര്യമുള്ളൂ. കാര്യം എനിക്ക് ഇതിലേക്ക് വന്ന് കയറിയപ്പോൾ എങ്ങനെ ചെയ്താലും കാശ് കിട്ടുന്നു. മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്താലും എനിക്ക് കാശ് കിട്ടും. കാര്യം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 2006 to 2005 2006 2007 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അത് ബേസ് ചെയ്തിട്ട് എന്റെ ലൈഫ് സ്റ്റൈലും മാറി. എന്റെ ലൈഫ് സ്റ്റൈലും അങ്ങ് മാറി. ഞാനും എന്തോ ആയി എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു പോയി. എൻ്റെ സ്പെൻഡിങ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. അതിന് മുമ്പുണ്ടായിരുന്ന സ്പെൻഡിങ് അല്ല, പിന്നെ എൻ്റെ സ്പെൻഡിങ് ഒക്കെ അങ്ങ് മാറി. അത് അപ്പം ഞാൻ ആ 1.5 വർഷം എന്നെ അനലൈസ് ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് എനിക്ക് പറ്റിയത്, വേർ ഐ ഫെയിൽഡ്. അതിനുശേഷം ഇന്ന കാര്യങ്ങളാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം ഞാൻ മനസ്സിലാക്കിയത്
അപ്പൊ അന്ന് ഈ പറഞ്ഞ മാതിരി യൂട്യൂബും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്താണ്. അപ്പോൾ ബുക്കുകൾ വായിക്കണം. അപ്പൊ ഏത് ബുക്ക് വായിക്കണം എന്നുള്ളത് ഒരാൾ പറഞ്ഞാൽ എനിക്കറിയാവുള്ളൂ. എനിക്ക് ഒരു കടയിൽ പോയിട്ട് ട്രെയിനിങ്ങിന്റെ ബുക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാരൻ എന്തായാലും മനസ്സിലാവില്ല. അപ്പൊ അതിന് പറ്റിയുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു, അയാളായിട്ട് സംസാരിച്ചു, അയാളുടെ അടുത്ത് പോയിരുന്ന് ഏതൊക്കെ ബുക്കുകൾ വായിക്കണം എന്നുള്ളത് നോക്കി. അപ്പം ഓൺലൈൻ, അപ്പം അന്ന് ഞാൻ പറഞ്ഞു 2007 അവസാന പകുതിയോട് കൂടിയാണ് നമുക്ക് ഈ ഓൺലൈൻ ഫെസിലിറ്റി എന്നുള്ള രീതിയിലൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പം ആ സമയത്താണ്. അപ്പം പിന്നെ അങ്ങനെയാണ് ഞാൻ ഓപ്ഷനാണ് കുറച്ചും കൂടി എൻ്റെ ഒരു ക്യാരക്ടറിന് ഓക്കെ ആയെന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് പറ്റും നമ്മൾ ആദ്യം നോക്കണ്ടേ. അല്ല, നമുക്ക് പറ്റാത്തൊരു കാര്യത്തിൽ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല. ഓപ്ഷൻ ആയിരിക്കും. അപ്പം അത്രയും നാൾ ഞാൻ ചെയ്തിരുന്നത് ഫ്യൂച്ചറാണ്. അപ്പോൾ ഓപ്ഷൻ ആയിരിക്കും എനിക്ക് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അന്ന് ഈ പറഞ്ഞ മാതിരി ഓപ്ഷനും നമുക്ക് ലിവറേജ്ഡ് ആയിരുന്നു. ലൈക്ക് ഓപ്ഷൻ ബൈയിങ്ങിനും നമുക്ക് ലിവറേജ് ഉള്ള ഒരു ഇൻട്രാഡേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറേജ്ഡ് ആയിരുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം ഇതില്ല. അപ്പം അങ്ങനെ പഠിച്ച്, പക്ഷെ ഞാൻ ആദ്യം ചെയ്തത് അപ്പം എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു തന്ന ആൾ ഈസ് നോട്ട് മലയാളിയല്ല, മരിച്ചുപോയി. അന്ന് അങ്ങ് മൂപ്പർക്ക് ഒരു 60-70 വയസ്സുണ്ടായിരുന്നു. അപ്പം അറിയാം, അത് ഇറ്റ്സ് വാസ് ഇൻ 2007. അപ്പം എങ്ങനെയാന്നുള്ളത് പറഞ്ഞു തന്നു. അപ്പം അത് ബേസ് ചെയ്തിട്ട് ഒരു ലോട്ട് വെച്ച് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത സെറ്റപ്പുകളാണ് പലതും. ഇപ്പം അതെല്ലാം അനുഭവത്തിലൂടെ ഒരുപാട് നഷ്ടപ്പെട്ട് RSI ഡൈവേർജൻസ് നിങ്ങൾ എവിടെയൊക്കെ നോക്കിയാൽ ഇപ്പൊ RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടുപിടിച്ച സാധനമൊന്നും അല്ല. പക്ഷേ ഞാൻ പറഞ്ഞു തന്ന RSI ഡൈവേർജൻസിന്റെ രീതിയും അത്രേ ഉള്ളൂ. സാറിന്റെ സ്റ്റൈൽ സാർ പറഞ്ഞു. ഞാൻ എന്റെ രീതിക്കാണ് എനിക്ക് എന്ത് കംഫർട്ടബിൾ ആവുന്നു ആ രീതിക്ക് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അത് എന്റെ രീതിക്ക് ഞാൻ അങ്ങോട്ട് ഒന്ന് പറയാ പോളിഷ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം മൂവിങ് മറ്റേ എന്താ പറയാ EMA ക്രോസ് ഓവർ ട്രേഡിങ്, അത് ഒരുപാട് പേര് പണ്ട് മുതൽ ചെയ്തിരുന്ന കാര്യമാണ്. അത് ഞാൻ എന്റെ രീതിക്ക് ഞാനൊന്ന് ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിൻ്റെ അകത്ത്. അതായത് എല്ലാവരും പറയുന്നത് കേൾക്കുക, അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്നുള്ള ഒന്നോരുടെ സെറ്റപ്പ് എടുത്തിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തിങ്കിങ് മെത്തേഡിന് പറ്റുന്ന രീതിയിൽ അത് പോളിഷ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ക്ലയൻസിനായിട്ട് നമ്മൾ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇതെൻ്റെ ആണ്. ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ സിഗ്നേച്ചർ വേണം എന്ന് പറയുന്ന അത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഞാനായാലും JK ആണെങ്കിലും ചാർട്ട് കാണുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ ബ്രെയിൻ ആ ചാർട്ട് അനലൈസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. അപ്പം നമുക്ക് രീതിയിൽ നമ്മൾ അതൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ഇത്രയും ചെയ്താൽ മതി. പക്ഷെ ഇത്രയും ചെയ്യാൻ കുറച്ച് എഫേർട്ട് എടുക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി 1000 രൂപ 2000 രൂപ കൊണ്ടുവന്നിട്ട് എനിക്ക് നാളെ 5000 രൂപ വെച്ച് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെയിൻ പ്രോബ്ലം അതാണ്. കാശ് ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് ബോതേർഡ് ടു സ്റ്റഡി. ദേ ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് സംബഡി എൽസ്. ഇഫ് ഹി ഈസ് ഓക്കെ ദെൻ ലെറ്റ് ഇറ്റ് ഗോ, ഇൻവെസ്റ്റ് ഹിം ഓർ ഗീവ് ദ മണി ടു ഹിം ഓർ ഡു വാട്ട് എവർ ഹി സേസ് ദാറ്റ് റൈറ്റ്. കാശ് ഇല്ലാത്തവൻ്റെ പ്രശ്നം എന്താണ്? ഇച്ചിരി കാശ് വെച്ചിട്ട് ഓവർ നൈറ്റ് കൊണ്ട് എങ്ങനെ ഇത് രണ്ടുപേരും മോശക്കാരാണെന്നോ തെറ്റുകാരെന്നൊന്നും പറഞ്ഞു വരാനല്ല, നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം കാശില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം കാശ് നമ്മളെ പോലുള്ള എല്ലാവർക്കും എന്താണ് പ്രശ്നം? ഒരു ദിവസം 1 രൂപ കൂടുതൽ കിട്ടിയാൽ അത്രയും നല്ലത്. അവൻ്റെ മുന്നിലുള്ള പ്രയാസങ്ങളാണ് ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. ബട്ട് സെയിം ടൈം ഇത് രണ്ടും തെറ്റാവാൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? പണിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് മാർക്കറ്റ് പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു കാരണവശാലും മറ്റുള്ളവരുടെ സ്ക്രീൻഷോട്ട് കണ്ടിട്ടോ മറ്റുള്ള പ്രോഫിറ്റ് ഇൻസ്പയർ ആകുന്നതിന് പകരം ലേൺ ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ചെയ്തതെന്ന്. ഇപ്പം ഞാൻ ഈ പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് അയക്കുന്നത് ഇപ്പോൾ ഈ പല എന്താ പറയുക സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ പല ഗ്രൂപ്പിൻ്റെ അത് ഒരുപാട് പേര് സ്ക്രീൻഷോട്ടുകളൊക്കെ എന്നുണ്ട്. ഇപ്പം അതൊരു പൊളിറ്റിക്കൽ സ്റ്റൈൽ തന്നെയായി മാറിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ ആര് ഞാൻ ഇന്നാൾ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ താഴെ ഞാനിടുന്ന ഒരു കമൻ്റ് ഉണ്ട്, പ്ലീസ് ഡോണ്ട് ഡൂ ദറ്റ്. അതിന് പകരം നിങ്ങൾ എവിടെ ട്രേഡ് എടുത്തു അതിനെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ആൾക്കാർക്ക് അത് പഠിക്കാനെങ്കിലും പറ്റും. ശരിക്കും സാർ, അതായത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാമോ എന്ന് പോലും എനിക്കറിയില്ല. ഞാനും എന്താ പറയുക ട്രേഡർ അല്ലെങ്കിൽ മെൻഡർ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഞാനും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഓൺലി മീ, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ഒത്തിരി ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ പലപ്പോഴും പലപ്പോഴും എന്നല്ല 99.9% ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിനുവേണ്ടി ഞാൻ ഒരുപാട് പ്രായച്ചിത്തങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഐ ഡു
എന്താ പറയുക, പ്രായശ്ചിത്തം അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയും ഇന്ന് വരെ ഈ 24 വർഷമായില്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക് തുടങ്ങിയിട്ട് 10-15 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഇത് ഇന്ന് വരെ എൻ്റെ ട്രേഡ് ഞാൻ ഒരാളുടെ പോലും പ്രദർശിപ്പിച്ചിട്ടില്ല. അത് എൻ്റെ സൈഡിൽ നിന്നും അങ്ങനെയല്ല. നമ്മളുടെ ഈ ചില ആവേശം കാരണം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. സോ ഇത്തരം വിഷയങ്ങളിൽ പറ്റിപ്പോയിട്ടുള്ളതായിരുന്നു. പക്ഷെ നൗ for the past couple of years I'm completely cleared my levels, and also ഞാൻ അതിൻ്റെ പ്രായശ്ചിത്തം എന്നോണം ഞാൻ ഒരുപാട് പേരിപ്പോൾ എന്താ പറയുക എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേര് they are happily going through. ഇൻ ബിറ്റ്വീൻ ഇടയിലും പ്രശ്നങ്ങളുള്ളവരുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു പ്രായശ്ചിത്തം ചെയ്തു എന്നുള്ള ഒരു നിർവൃതിയുണ്ട് ശരിക്കും. തെറ്റ് പറ്റാത്തതായിട്ട് അതെ, അതിന് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് ട്രേഡിൽ ഫെയിലിയർ ആകുക എന്ന് പറയുന്നതും അതിനെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു പാഠം ആസ് എ ട്രേഡർ എന്നുള്ള നിലയിൽ. ഒരു സംശയ കാര്യത്തിലില്ല. നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റും. കച്ചവടം ചെയ്തവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയെന്നാന്നല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം കച്ചവടം അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് നമ്മൾ എത്രത്തോളം ലിമിറ്റ് ചെയ്യാൻ, അത് മറ്റൊരാൾ ഉപദ്രവിക്കാത്ത രീതിയിലാക്കിയെടുത്താൽ മാത്രം മതി. നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളെന്താ പറയുക, ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചോളം അയാൾ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇന്നതൊക്കെ കിട്ടി എന്ന് പറയുന്നത് വരെ ഞാൻ ഇന്നതൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കാണുന്ന ഇപ്പം ഞാൻ ഈ പറയാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ ആയിരുന്നില്ല ഒരു 10-18 വർഷം മുമ്പ്. എല്ലാം പോയിട്ട് ഇനി നാളെ എന്ത് എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാക്കി എടുത്ത് തന്നു എന്നെ മാർക്കറ്റ്. അത് മാർക്കറ്റ് തന്നെ എന്നെ അടിച്ചതായിട്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത്രക്കങ്ങോട് ഞാൻ എന്ത് ചെയ്താലും അത് പോസിറ്റീവ് ആണെന്നുള്ളൊരു അതങ്ങോട്ട് കയറി അങ്ങോട്ടൊരു ഇതായി മാറി, ഒരു ലഹരി മാറി, ഹിപ്പോക്രാറ്റിക് മൈൻഡിലേക്ക് പോയി, ലൈഫ് സ്റ്റൈലും ഒക്കെ മാറി. അപ്പൊ ഞാനല്ലാണ്ട് അങ്ങ് ആവരുത്. പക്ഷെ ഒരു കൊട്ട് ശരിയാട്ടോ, ഓവർ കോൺഫിഡൻസ് ഭയങ്കര പ്രശ്നമായി. ഈ ഓവർ കോൺഫിഡൻസ് ബയാസ് ഒക്കെ ഒരുപാട് കൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ഷീസ് എ ലേഡി. ഒരു 6 മാസത്തോളം എല്ലാ മാസവും അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്, വലിയ ക്യാപിറ്റൽ ഒന്നുമില്ല, ചെറിയ ക്യാപിറ്റൽ, ഒരു നമ്മുടെ നാട്ടിലൊരു കുടുംബത്തിന് മാന്യമായിട്ട് ജീവിക്കാവുന്ന പ്രോഫിറ്റ്, മന്ത്ലി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇത് പോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ കത്തി തുടങ്ങി, ഇത് ശരിയായിട്ടല്ല ആവുന്നു. പിന്നെ ഒരു കഴിഞ്ഞ ഡിസംബറിൽ വേറെ ട്രേഡിങ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ 3 മാസം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒറ്റ അടിക്ക് ലാസ്റ്റ് ഒരൊറ്റ ആഴ്ച കൊണ്ട് ഇങ്ങനെ പറയണതിൽ എനിക്ക് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് സാർ ഇത്തരം സ്റ്റോറീസ്. മറ്റുള്ളവരുടെ സ്റ്റോറീസ് പറയാനേ ഉണ്ടാവുള്ളൂ. അത് ഈ പ്രേക്ഷകർ കാണുന്നവർക്കും അതുപോലുള്ള സ്റ്റോറീസ് ഒന്നുകിൽ അവരുടെ അറിയുന്നവർക്കോ അല്ലെങ്കിൽ അവർക്ക് തന്നെ പറയാനുണ്ടാവും ഒത്തിരി സ്റ്റോറീസ്. പക്ഷെ അതിൽ നിന്നൊക്കെ വീണ്ടും വരട്ടെ എന്ന് നമുക്ക് എല്ലാവരും ലേണിംഗ്, സാറി പറഞ്ഞ പോലെ പേഷ്യൻസ്, പിന്നെ എന്താ പറയുക, ഇൻട്രസ്റ്റ് ടു ലേൺ മോർ. ഇതിൽ ഇവരുടെ അടുത്തൊക്കെ പറയാൻ ഇത് എളുപ്പമല്ല. നമ്മൾ ഒളിച്ച് പറഞ്ഞാൽ ഇത് ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണ്, അങ്ങനെയല്ല. ഇതിന് പണി എടുക്കണം. ഈ പണി എടുക്കുന്ന സമയമാണ് നമ്മൾ ഈ പറഞ്ഞത്. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ പണി എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം ഓപ്ഷൻ ട്രേഡിലേക്ക് കയറിയാൽ മതി. അല്ലാണ്ട് ഓപ്ഷൻ ട്രേഡിലേക്ക് കയറണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനുള്ളത്. യു ഹാവ് ടു പുട്ട് യുവർ എഫേർട്ട്. ആ എഫേർട്ട് ഇടാണ്ടൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയണ കേട്ട് വാങ്ങിച്ച് ഇവർ പറയണ കേട്ട് വിറ്റ് അത് എങ്ങും എത്തിക്കില്ല. അത് വളരെ കെയർഫുൾ ആയിട്ട് എല്ലാവരും അറിയാൻ വേണ്ടി പറയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. നിങ്ങൾ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. ഇതിന് അത്യാവശ്യം നല്ല എഫേർട്ട് ഇടണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇത് ഒരു എളുപ്പത്തിൽ കാശുണ്ടാക്കാവുന്ന ഒരു ഫീൽഡേ അല്ല. ഏത് ജോലി എന്നുള്ള പോലെ തന്നെ ഇതിനുമുണ്ട് അതിൻ്റേതായ എഫേർട്ട് റിക്വയർമെൻറ്റ്. അത് നിങ്ങൾ ഇടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 hours ഡെയിലി ഇതിന് വേണ്ടി മാർക്കറ്റ് കഴിഞ്ഞിട്ട് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരിക. ഫീൽഡ് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റാണ് അതിന് ഒരൊറ്റ ഉത്തരവാദി. ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി മാർക്കറ്റാണ്. ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. പക്ഷേ അതിനാദ്യം നിങ്ങൾ എഫേർട്ട് ഇടണം. ആ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കി അത് എങ്ങനെ ഇടണം എന്നുള്ള രീതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അത് ചെയ്യേണ്ടത് നിങ്ങളാണ്. അത് ചെയ്യുക.
അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡൗട്ട് യു വിൽ ബി എ വിന്നർ. അതിൽ ഒരു സംശയക്കാരില്ല. വണ്ടർഫുൾ. ബിക്കോസ് നോർമലി എൻ ടൈറ്റിൽസ് എപ്പോഴും ഗസ്റ്റ് അല്ല ഹോസ്റ്റ് ആണ് പറയേണ്ടത്. ബട്ട് യു ഹാഡ് ഡൺ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ആൻ ഇന്റർവ്യൂ. യു ഹാഡ് ഡൺ ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. സോ എനിക്കിനി ഒന്നും പറയാനില്ല നിങ്ങളോട്. എല്ലാം സാർ തന്നെ നമുക്ക് വിശദീകരിച്ച് തന്നു. തീർച്ചയായിട്ടും ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ട് കാണാണ്ട് ഇതും നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് ഓഫ് ലേണിംഗ് ലെസണായിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.